ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി. പൂജനീയ സ്വാമി ഹരിപുരമേന്ദ്രനാഥ, പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, നമ്മുടെ എല്ലാം ഭാഗ്യാതിരേകം പുണ്യാതിരേകം കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു സത്സംഗം ഇവിടെ സാധ്യമായത്. തിരുവമ്പാവൂർ ശ്രീ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്വാമിജി ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ പലർക്കും സ്വാമിജിയെ അറിയാവുന്നതാണ്. പൂജനീയ സ്വാമി ഹരിപുരമേന്ദ്രനാഥ തീർത്ഥ തിരുവനന്തപുരത്ത് നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ ഹിമവാന്റെ മടിത്തട്ടിലേക്ക് എത്തിയ സ്വാമിജി ഉത്തരകാശി വാസസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഉത്തരകാശിയിലെ ഉജ്ജയിനിയിൽ തപോവന സ്വാമികൾ നിരവധി കാലം കഴിഞ്ഞിരുന്ന ഗംഗാതീരത്തായിട്ട് നിർമ്മിക്കപ്പെട്ട ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠത്തിന്റെ ആചാര്യനാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനോ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. കാശ്യാം വികാശ്യത്തെ കാശി കാശി സർവപ്രകാശികാ സാ കാശി വിദിതായേന തേന പ്രാപ്താ ഹി കാശികാ തേന പ്രാപ്താ ഹി കാശികാ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കേരള കാശി എന്നറിയപ്പെടുന്ന
തിരുവംപ്ലാവ് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഭഗവത് അനുഗ്രഹമായി കരുതുന്നു. ഇതിനു മുമ്പ് ഈ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് നിങ്ങളോട് ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മഹാദേവന്റെ തന്നെ കരുണയായിട്ട് അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. കാശിയെക്കുറിച്ച് പറയുമ്പോൾ കാശി എന്താണ് കാശി? നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പറഞ്ഞ വിഷയം ഓം നമഃ ശിവായ എന്ന മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം, അതിൻ്റെ ഒരു അർത്ഥമാണ്. അപ്പോൾ കാശിയും മഹാദേവനും പഞ്ചാക്ഷരി മന്ത്രവും ഇത് മൂന്നും ഒരു സ്വരൂപമുള്ളവയാണ്. ഒന്ന് സ്ഥാനം, കാശി സ്ഥാനവും തീർത്ഥവും. മഹാദേവൻ കാശിയിൽ കുടികൊള്ളുന്ന ദേവാദിദേവനും നമഃശിവായ മഹാദേവന്റെ തിരുനാമവും തിരുമന്ത്രവുമാണ്. അപ്പൊ ഈ മൂന്നിന്റെയും സ്വരൂപം നമുക്കെപ്പോഴും അനുഗ്രഹമായിരിക്കുന്ന ഈ മൂന്ന് സ്വരൂപവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ വേളയിൽ കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. അത് സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തൽ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്രഭാഷണത്തിന്റെ അവസാനമായിട്ട് അത് ചോദിക്കാവുന്നതാണ്. കാശിയെക്കുറിച്ച് പറയുമ്പോൾ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് അദ്ദേഹത്തിന്റെ സ്തോത്രകൃതികളില് കാശി പഞ്ചകം എന്നൊരു സ്തോത്രം കൂടി എഴുതിയിട്ടുണ്ട്. ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ ഒരു പരിചയം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതുന്നു. കാലടിയിൽ ജനിച്ച് ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയി, ഹിമാലയത്തിലേക്ക് പോയി, ഓങ്കാരേശ്വരത്തിൽ നിന്ന് സന്യാസം എടുത്ത, അങ്ങനെ ലോകം മുഴുവൻ ഒരു ശ്രേഷ്ഠനായ സന്യാസിയായി, വലിയൊരു തത്വജ്ഞാനിയായി അറിയപ്പെടുന്ന മഹാത്മാവായിരുന്നു ശങ്കരാചാര്യ സ്വാമിജികള്. ഇന്ന് നാം കാണുന്ന സനാതന ധർമ്മത്തിന്റെ കലിയുഗത്തിലെ ഒരു വലിയ മഹാത്മാവ്, കലിയുഗത്തിലെ സനാതന ധർമ്മത്തെ അതിന്റെ തലത്തിലെത്തിച്ച മഹാത്മാവായിരുന്നു ശങ്കരാചാര്യ സ്വാമിജികള്. അദ്ദേഹം ബ്രഹ്മജ്ഞാനി ആയിരിക്കെ പോലെ തന്നെ ദേവന്മാരെ കുറിച്ചും ദേവി സങ്കല്പ ദേവി സ്തോത്രങ്ങളും ദേവസ്തോത്രങ്ങളും അങ്ങനെ തീർത്ഥസ്തോത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. ആ രചനകളുടെ പ്രത്യേകത
അതിലൊക്കെ ഇതിൻ്റെ ഒരു സാരം ഈ സ്തോത്രങ്ങളുടെയും ആ സ്തോത്രം ചൊല്ലുന്നതിൻ്റെയൊക്കെ ഓരോ തത്വജ്ഞാനം കൂടി അതിൽ കടത്തി വച്ചിരിക്കുന്നു എന്നാണ്, ചേർത്ത് വച്ചിരിക്കുന്നു എന്നാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ കേരള കാശി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം, ഈ പുണ്യതീർത്ഥം കാശിയുടെ ആവിർഭാവമായിട്ട്, കാശി എങ്ങനെയാണോ ഉത്തർപ്രദേശില് വാരണാസി എന്ന പേരിൽ കാശിയുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ഐതിഹ്യമനുസരിച്ച് ആ പുണ്യം ഇവിടെയും ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു സ്ഥലത്തിന് മഹാത്മ്യം ഉണ്ടാകുന്നത് ആ സ്ഥലത്തിൻ്റെ അനാദികാലമായിട്ടുള്ള മഹാത്മ്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐതിഹ്യം, പ്രത്യേക ഒരു സംഭവം, ഏതെങ്കിലും മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം, അല്ലെങ്കിൽ ദേവന്മാരുടെ, സ്വയംഭൂവായിട്ടുള്ള ദേവന്മാരുടെ ആവിർഭാവം, ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ഥലത്തിന് മഹാത്മ്യം ഉണ്ടാകുക, അതൊരു തീർത്ഥസ്ഥാനമായിട്ട് മാറുക. ഇപ്പൊ ഇവിടെ ആ ഐതിഹ്യം നോക്കുമ്പോൾ അങ്ങനെ തീർത്ഥസ്ഥാനമാവാനുള്ളൊരു മഹാത്മാവിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്, ഒരു കാശി യാത്രയുടെ ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ സ്വയംഭൂവായിട്ടുള്ള ദേവന്റെ ആവിർഭാവവും ഇവിടെയുണ്ട്. അത്രയും ശാന്തമായ, സ്വസ്ഥമായ ഒരു അന്തരീക്ഷം. അപ്പൊ എന്താണ് ഈ ദേവതാ സങ്കല്പത്തിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നതെന്ന് ആചാര്യസ്വാമിജികൾ പറയുന്നുണ്ട്. കാശി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. കാശി ശബ്ദം പ്രകാശ ശബ്ദത്തിന്റെ ചുരുക്കമാണ്. അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ പ്രകാശ ശബ്ദം ഉണ്ടായിരിക്കുന്നത് കാശി ശബ്ദത്തിൽ നിന്നാണ്. പ്രകാശം എന്നുള്ളതിൽ നിന്ന് ആ പ്രാ അങ്ങ് മാറ്റിയാൽ കാശ് എന്ന് പറയുന്ന ധാതു സംസ്കൃതത്തിലുണ്ട്. കാശ്ര ദീപ്തവും പ്രകാശാർത്ഥത്തിലാണ് ആ ധാതു ഉള്ളത്. അതിൽ നിന്നാണ് കാശി എന്ന ശബ്ദം ഉണ്ടാകുന്നത്. പ്രകാശം ജ്ഞാനത്തിൻ്റെ പര്യായമായിട്ട്, ജ്ഞാനത്തിൻ്റെ ഉപമയായിട്ട് ഉപയോഗിക്കാറുണ്ട്. എവിടെയൊക്കെയാണോ ഒരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അവിടെ നമ്മൾ പ്രകാശത്തെക്കുറിച്ചാണ് പറയുക. പ്രകാശം, ജ്ഞാനം എന്ന രൂപകമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കാശിയിൽ, ജ്ഞാനരൂപമായ കാശിയിൽ, അതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ മഹാദേവനെ പൂജിക്കുന്നു, കാശി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നു, തർപ്പണം ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ്, ശരീരം ഇവ പവിത്രമായി ജ്ഞാനത്തിനുള്ള യോഗ്യത നമ്മളിൽ കൈവരുന്നു. ഇതാണ് ഓരോ തീർത്ഥത്തിനും ഓരോ നാമം കൊടുക്കുമ്പോൾ ആ നാമത്തിലൂടെ ഉദ്ദേശിക്കുന്നു. മിക്കവാറും ക്ഷേത്രങ്ങൾക്കും തീർത്ഥങ്ങൾക്കൊക്കെ അവിടെ അധിഷ്ഠാന ദേവനായിട്ടുള്ള ദേവന്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുക. അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് ചേർത്ത് ദേവനെ നമ്മൾ പറയും. അപ്പൊ കാശി എന്ന ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഉള്ള വാരണാസി, അത് വാരുണി, അസി എന്ന രണ്ട് നദികളുടെ മധ്യഭാഗത്ത് ഇടതും വലതുമായിട്ട് കാശി, വാരുണി, അസി എന്ന രണ്ട് നദികളുണ്ട്. അവിടെ ഗംഗ ഉത്തരവാഹിനിയായിട്ട് തിരിഞ്ഞു പോകും എന്നുള്ള ഒരു വിശേഷത കൂടിയുണ്ട്. അത് ജോഗ്രഫിക്കലി അങ്ങനെ കാണാൻ പറ്റും. അത് ആ ക്ഷേത്രത്തിന്റെ പൗരാണികമായിട്ടുള്ള, ആ സ്ഥലത്തിന്റെ പൗരാണികമായിട്ടുള്ള രൂപമാണ്. എന്നാൽ
അതൊരു പ്രതീകമാണ്. ആ കാശി ക്ഷേത്രം, കാശി തന്നെ ഇപ്പം ഇവിടെ കാശി നാമധേയം വന്നു. അതുപോലെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഭാരതത്തിൽ പല സ്ഥലത്തും ഈ കാശിയുടെ പേരിൽ തീർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മുടെ അവിടെ ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലവും അങ്ങനെയാണ്. അവിടെ തന്നെ ഗുപ്തകാശി എന്ന് പറയുന്ന അവിടെയും കാശിയുണ്ട്. ഇങ്ങനെ ഈ പേര് അതിലിങ്ങനെ ചേർന്ന് പോകുന്നുണ്ട്. അതിനർത്ഥം ഈ പേരിലൂടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ വിശേഷത കാണിക്കാനായിട്ട് ഈ ഒരു ഗുണം കൂടി, ആ ജ്ഞാനമാകുന്ന ഗുണം കൂടി അവിടെ വരുന്നു എന്നാണ്. എന്നാൽ മാത്രമേ അത് കാശിയാവൂ. അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന സ്ഥൂലമായ ഒരു സ്ഥലം അല്ലെങ്കിൽ തീർത്ഥസ്ഥാനം, അമ്പലം എന്നൊക്കെയുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഏകാഗ്രത കൊണ്ടും ധ്യാനം കൊണ്ടും ചിന്തനം കൊണ്ടും ഭക്തി കൊണ്ടും അറിയാൻ കഴിയുന്ന ഒരു കാശി. അതാണ് ശരിക്ക് ആത്മാവിൻ്റെ സ്വരൂപമായിട്ടുള്ള, ജ്ഞാനസ്വരൂപമായിട്ടുള്ള കാശി. അപ്പൊ കാശ്യാഹി കാശ്യത്തെ കാശി, കാശി സർവപ്രകാശിക എന്നാണ് കാശി പഞ്ചകത്തിലെ അവസാന ശ്ലോകം പറയുന്നത്. കാശി പ്രകാശരൂപമാണ്. ആ കാശി അറിയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാശിയെ നാം തിരിച്ചറിയുമ്പോഴാണ്. ആ ഉള്ളിലുള്ള കാശിയിലേക്ക് പ്രവേശിക്കാനായിട്ട്, അതിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ കാശി ക്ഷേത്രത്തിൽ പോയി അവിടെ സ്നാനവും കർമ്മങ്ങളും ധ്യാനവും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ഉള്ളിലുള്ള കാശിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കാശിയിൽ പ്രകാശിക്കപ്പെടുന്ന ആന്തരികമായ ആ കാശി ആത്മാവിൻ്റെ സ്വരൂപമാണ്, ആത്മാവാണ്. അങ്ങനെയുള്ള ആത്മാവാണ് സർവപ്രകാശിക ആയിട്ടിരിക്കുന്നത്. സാ കാശി വിദിതായേന തേന പ്രാപ്താഹി കാശിക. ആ ഉള്ളിലുള്ള കാശിയെ, നമ്മുടെ എല്ലാം ഉള്ളിൽ നിലകൊള്ളുന്ന ആത്മരൂപത്തിൽ ആത്മതീർത്ഥമാകുന്ന ആ കാശിയെ ആരറിയുന്നുവോ ആ സാധകൻ ശരിക്കുള്ള കാശിയെ അറിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് ഭഗവത്പാദ ആചാര്യ സ്വാമിജികൾ പറയുന്നത്. ഇതാണ് ശരിക്ക് തീർത്ഥങ്ങളുടെ യഥാർത്ഥമായ പ്രയോഗം. യഥാർത്ഥമായ ആ ഫലം അല്ലെങ്കിൽ ആത്യന്തികമായി നമ്മൾ തീർത്ഥസ്ഥാനങ്ങളിലൂടെ പ്രാപിക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു ആധ്യാത്മികമായ ഫലമാണ്. അപ്പൊ അതിലേക്ക് പടിപടിയായി നമുക്ക് പോകേണ്ടതുണ്ട്. ആചാര്യസ്വാമിജികള് ആ ജ്ഞാനാവസ്ഥയിൽ നിന്നിത് പറയുമ്പോൾ നമുക്കത് സരളമായി തോന്നും. ഇതാണ് അതിൻ്റെ തത്വം എന്ന് പറയുമ്പോൾ അത് സരളമായി തോന്നും. പക്ഷേ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ആ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കർത്തവ്യങ്ങളായിട്ട് ശരീരസംബന്ധം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് തലത്തിലാണോ ജീവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട്, ഏത് അവസ്ഥയിലാണോ ജീവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബപരവും സാമൂഹികവുമായിട്ടും ആയിട്ടുള്ള കർത്തവ്യങ്ങൾ, വൈയക്തികമായിട്ടുള്ള കർത്തവ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള സ്ഥലം കൂടി, സ്ഥൂല രൂപത്തിൽ ആ സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താണോ കാശിയിൽ പോയി ചെയ്യാൻ കഴിയുന്നത് അത് നമുക്കിവിടെ ചെയ്യാം. ഈ കേരള കാശിയിലും ചെയ്യാം. അപ്പൊ അവിടെ കർമ്മം നമുക്കിവിടെ തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യും. കാശിയിലും തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, ഇവിടെയും ചെയ്യും. അത് നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ഒരു ആദ്യ പടിയാണ്. നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നു, ശരീരത്തിന്
ശരീര സംബന്ധമായി പിതൃസംബന്ധമുണ്ട്. അങ്ങനെ പൈതൃകമായി കിട്ടിയ ആ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇന്നത്തെ നില. അതുകൊണ്ട് പിതൃക്കളോട് കൃതജ്ഞത, അവരോട് ഒരു ശ്രദ്ധ ഭാവം, ഭക്തിഭാവം പ്രകടിപ്പിക്കേണ്ടത് ഒരു സാധാരണ ധർമ്മമാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധ പ്രകടിപ്പിക്കുന്ന കർമ്മത്തെയാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. അപ്പൊ പിതൃക്കളോടൊരു ശ്രദ്ധ പ്രകടിപ്പിക്കുക. എന്തിനാ പിതൃക്കളോട് ശ്രദ്ധ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ഒരു കൃതജ്ഞത കാണിക്കുന്നത്? പിതൃക്കളുടെ ആ മഹത്തായിട്ടുള്ള അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് പിതാക്കന്മാരിൽ നിന്നാണ്, നമ്മുടെ പൈതൃകമായി നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിവിടെ ഈ ശരീരം കൊണ്ട് നമുക്ക് ആധ്യാത്മികവും ഭൗതികവും ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് സുഖം പ്രാപിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ആ ഭാവത്തിലാണ് നമ്മൾ ശ്രാദ്ധം ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യത്തെ ഒരു കർമ്മമാണ്, നിത്യകർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ പിതൃതർപ്പണം, ഋഷിതർപ്പണം, ദേവതർപ്പണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങി കുളിച്ച് വൃത്തിയായി ഭാവത്തോടു കൂടി അന്ധകരണ പരിശുദ്ധിയോടുകൂടി ദേവദർശനം ചെയ്യുന്നു. അപ്പൊ ദേവദർശനം ചെയ്യുന്നത് ആന്തരികമായ ഉപാസനയാണ്. അപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അവിടെ നടക്കുകയാണ്. അപ്പോൾ ദേവദർശനം ചെയ്യുമ്പോൾ വിശ്വവ്യാപകമായിട്ടുള്ള ആ പരമാത്മ സത്തയെ നാം ഒരു പ്രത്യേക സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ട് കാണുന്നു. ദേവനെ നാം ദർശിക്കുമ്പോൾ അവിടെ ഒരു വിഗ്രഹത്തെ മാത്രമല്ല ദർശിക്കുന്നത്, അല്ലെങ്കിൽ കൽരൂപത്തിലോ തടി കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ട അലങ്കാരങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ള സുന്ദര സുശോഭിതമായിട്ടുള്ള ആ വിഗ്രഹത്തെ അല്ല നാം ദർശിക്കുന്നത്. വിഗ്രഹം ഒരു മാധ്യമമാക്കി സർവവ്യാപിയായ ചൈതന്യത്തിൻ്റെ ഒരു ആവിർഭാവം, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു ആവിർഭാവം എന്ന രീതിയിലാണ് ആ വിഗ്രഹത്തെ നാം ദർശിക്കുന്നത്. അപ്പൊ അവിടെ ഉപാസന സംഭവിക്കുന്നു, ധ്യാനം സംഭവിക്കുന്നു. ഇങ്ങനെ അത് തീർത്ഥസ്ഥാനമാകുന്നു. എന്താണ് ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ? തീർത്ഥം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പവിത്രീകരിക്കുന്നത് എന്നാണ്. തീർത്ഥീ കുർവന്തി തീർത്ഥാണി എന്നൊരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ മഹാത്മാക്കളുടെയൊക്കെ തപസ് കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, മിക്കവാറും എല്ലാ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അവിടെയെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു മഹത് ഐതിഹ്യം ഉണ്ടാകും. ഒരു മഹാത്മാവിന്റെ കഥയോ ഒരു തപസ്വിയുടെ കഥയോ ഒരു ഋഷിയുടെ കഥയോ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക തപസ് ചെയ്ത് സങ്കല്പം ചെയ്ത് ഭഗവാനെ അവിടെ ആവാഹിച്ചു വരുത്തി എന്നൊക്കെയുള്ള കഥയുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ മിക്കവാറും അമ്പലങ്ങളൊക്കെ. അപ്പൊ തീർത്ഥം എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബാഹ്യമായ കർമ്മങ്ങളും ഉപാസനപരമായ കർമ്മങ്ങളും ഭക്തിയുടെ ഭാവം ഉണർത്തുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ആ തീർത്ഥസ്ഥാനത്ത് ഉണ്ടാകും. കാരണം തീർത്ഥത്തിൽ നമ്മൾ പോകുമ്പോൾ തീർത്ഥം നമ്മെ പവിത്രീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അമ്പലത്തില് ദേവനെ ദർശിക്കുന്നതിന് മുമ്പായിട്ട് തീർത്ഥദർശനം ചെയ്ത് കൈകാലുകൾ കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്ത്, പഴയ കാലത്തൊക്കെ അമ്പലങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈറനോടെ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ അങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. കുളിച്ച് ഈറനോടെ ആയിരുന്നു ദേവദർശനം ചെയ്തിരുന്നത്. അങ്ങനെ അമ്പലങ്ങള് അത് ഏതായാലും ആചാര്യസ്വാമിജികൾ പറയുന്നത് പോലെ അത് വാസ്തവത്തിൽ നമ്മളെ പവിത്രീകരിക്കുന്നതാണ്. ആ പവിത്രീകരണത്തിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടുന്നത് ലൗകികമായ ഫലങ്ങളും ഉണ്ടാകും. നമ്മുടെ മനസ്സ് പവിത്രമാകുന്നു. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളൊക്കെ ഭഗവാനിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നു. ആ ഭഗവത് സമർപ്പണം കൊണ്ട് കൂടുതൽ കൂടുതൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ കഴിയുന്നു.
അങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് ആത്മശുദ്ധിയും ആ ജ്ഞാനത്തിനുള്ള യോഗ്യതയൊക്കെ ലഭിക്കുന്നു. അപ്പോൾ ഒരു സമയത്ത് ജ്ഞാനവൈരാഗ്യ യമദമാദികളൊക്കെ സിദ്ധിച്ച് ജ്ഞാനം ലഭിക്കുന്നു എന്ന സ്ഥിതി വരും. അതാണ് ആത്യന്തികമായിട്ടുണ്ടാവുക. അപ്പോൾ 4 വിധ പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ പറയുന്ന പുരുഷാർത്ഥങ്ങളൊക്കെ ഈ ഒരു വഴിക്ക് തന്നെ സിദ്ധിക്കുന്നു. അതുകൊണ്ട് കാശി ക്ഷേത്രത്തെ മോക്ഷസ്ഥാനമാണ്, മോക്ഷതീർത്ഥമായിട്ടാണ് പറയുന്നത്. എങ്കിലും ഈ കാശി ക്ഷേത്രത്തില്, കാശി തീർത്ഥത്തില് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ ഉണ്ടാവും. മോക്ഷം പരമമായിട്ടുള്ള സ്ഥാനം നടത്തും. വാരണാസിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പുരാണങ്ങളിലും നമുക്ക് 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും വാരണാസി കാശിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഉപാഖ്യാനം, കഥകളുണ്ട്. അതിലൊക്കെ തന്നെ ഈ കാശി ക്ഷേത്രത്തിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ തപസ്സനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മഹാദേവൻ നേരിട്ട് തന്നെ വന്ന് മന്ത്രം ഉപദേശിച്ച്, താരകമന്ത്രം ഉപദേശിച്ച് അവരെ മുക്തരാക്കുമെന്നാണ്. മന്ത്രമെന്ന് ഓങ്കാരത്തിനും താരകമന്ത്രമെന്ന് പേരുണ്ട്. അതുപോലെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് കലിസന്ധരണ ഉപനിഷത്തിൽ വന്ന ഈ നാമമന്ത്രത്തിനും താരകമന്ത്രമെന്ന് പേര് പറയാറുണ്ട്. അപ്പൊ ഈ മന്ത്രം ഉപദേശിച്ച് മഹാദേവൻ നേരിട്ട് തന്നെ അവരെ മുക്തരാക്കുമെന്നാണ് ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ മഹാദേവൻ നേരിട്ട് വന്ന് ഉപദേശിക്കുക, അവരെ മുക്തരാക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രങ്ങളുടെ ഉപദേശത്തോടു കൂടി ജ്ഞാനോപദേശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ പറഞ്ഞത് സാകാശി വിദിതായേന തേന പ്രാപ്താഹി കാശിക. ആന്തരികമായ കാശിയെ നാം അറിഞ്ഞാൽ ആ അറിവാണ് നമ്മെ മോക്ഷത്തിലേക്ക് എത്തിക്കുക. ആ അറിവിനെ പ്രാപിക്കുന്നവൻ ശരിയായ കാശിയിലെത്തും. അപ്പൊ നമ്മൾ മഹാദേവന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതിലെപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. കാരണം ഈ സത്സംഗമൊക്കെ കേൾക്കുമ്പോൾ സ്വാമിമാരും അല്ലെങ്കിൽ പ്രഭാഷകരും ഒക്കെ പറയുന്നത് എപ്പോഴും മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ മോക്ഷത്തെ ചോദിക്കണം എന്നൊക്കെയാണ്. പക്ഷേ അമ്പലത്തിൽ ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ മോക്ഷത്തെക്കുറിച്ച് ആയിരിക്കില്ല ഓർക്കുക. പിന്നെന്താ ഓർക്കുക? നമ്മളെ കുടുംബത്തിലുള്ള വേവലാതികളും അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ ആയിരിക്കും ഓർക്കുക. മോക്ഷം എന്ന സാധനം ഇപ്പൊ ഉടനെ കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അത് അത്ര താല്പര്യമില്ല. അത് പ്രാക്ടിക്കലി ഇപ്പൊ എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അറിയില്ല, എന്താണ് ഈ മോക്ഷം എന്നും അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഭഗവാൻ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം എന്നൊരൊറ്റ അടിക്ക് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയുക മോക്ഷം വേണമെന്നായിരിക്കില്ല, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ടാവോ? സാധ്യത കുറവാണ്. മോക്ഷം വേണമെന്നായിരിക്കില്ല. പിന്നെന്താ, വേറെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത്, ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഏതിനെ കുറിച്ചാണോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അതുകൊണ്ട് ഭഗവത്ഗീതയില് ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട് അക്ഷരബ്രഹ്മയോഗത്തില്. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം. അന്ധകാലത്തിൽ, അവസാന കാലത്തില് എന്നെ ഓർത്തുകൊണ്ട് ആര് ശരീരം വെടിയുന്നുവോ അവൻ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ അന്ധകാലത്തിൽ അങ്ങനെ ഓർക്കണമെങ്കിൽ, ഭഗവാനെ അന്ധകാലത്തിൽ ഓർക്കണമെങ്കിൽ ഇത് അന്ധകാലം വരെ കാത്തിരുന്നാൽ പറ്റുമോ? അന്ധകാലമാകട്ടെ അപ്പോഴേക്കും ഓർക്കാം, അങ്ങനെ കരുതിയിരുന്നാൽ അത് സാധ്യമല്ല. കാരണം അന്ധകാലത്തിൽ ഓർക്കുന്നത് നമ്മുടെ ഉള്ളില് ഏറ്റവും കൂടുതൽ വേവലാതി ഉണ്ടാക്കിയിട്ടുള്ള, പ്രശ്നമുണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏതിന് ഓർത്താണോ ബുദ്ധിമുട്ടിയിട്ടുള്ളത് അതായിരിക്കും അവസാന സമയത്ത് ഓർമ്മ വരിക. അല്ലാതെ ചെയ്ത നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഓർമ്മ വരണമെന്ന് ഇല്ല. അങ്ങനെ വരണമെങ്കിൽ ആജീവനം അത് അഭ്യസിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ
അന്ധകാലത്തിൽ ഓർമ്മ വരുള്ളൂ. അതുപോലെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമ്മൾ പെട്ടെന്ന് മുന്നിലെത്തുമ്പോൾ, ഇപ്പോൾ വലിയ തിരക്കുള്ള അമ്പലത്തിലൊക്കെ ഗുരുവായൂരപ്പനെയൊക്കെ ദർശിക്കാൻ നമ്മൾ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ നടയിൽ ദർശിക്കാൻ ഒരു വേള, എന്താ പറയുക, ഒരു നിമിഷം മാത്രമേ നമുക്കവിടെ നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ നിമിഷം നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പരമമായി പ്രാപിക്കേണ്ടത് എന്ത്? ബാക്കി താത്കാലികമായി ഉണ്ടാകുന്നത് വരും പോകും. സുഖം ഇന്ന് വന്നു, കുറച്ച് സമയം നിൽക്കും, നാളെ പിന്നെ പോകും, വീണ്ടും ദുഃഖം വരും, വീണ്ടും സുഖം വരും. ഇതിങ്ങനെ വന്നു പൊക്കൊണ്ടേയിരിക്കും. ഒരസുഖം വന്നു, മാറി, പിന്നെ ഒരു അസുഖം വന്നു. ഈ ഋതുക്കളൊക്കെ എങ്ങനെ മാറുന്നത് പോലെ ഓരോ ഋതു മാറുമ്പോഴും അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകും. ഇപ്പോൾ വേനൽക്കാലം വരാൻ പോകുന്നു, ഇനി വേനൽക്കാലം വരുമ്പോൾ ഭയങ്കരമായ ചൂട്, മഴക്കാലം വരുമ്പോൾ ഭയങ്കരമായ മഴ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ സുഖദുഃഖങ്ങളും ഋതുക്കളും മാറുന്നത് പോലെ, അല്ലെങ്കിൽ രാത്രിയും പകലും വരുന്നത് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേ വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ഭഗവാനോട് എന്താ പറയുക ആഗ്രഹിക്കുകയും ചെയ്താൽ അത് അങ്ങനെയുള്ളവരോടായിരിക്കും ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമെന്ന് തോന്നും. അങ്ങനെ ഒരു ഭാവം നമുക്ക് അറിയാൻ കഴിയണം. അതാണ് ഇപ്പോൾ ഈ കാശി ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം. ഇവിടെ നാമം, ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത്. അപ്പം അങ്ങനെ ഒരു കാശിയാണ് ഈ കാശി. ഇവിടെ നമുക്ക് അങ്ങനെ ആധ്യാത്മികമായ ചിന്തനങ്ങൾ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം ക്ലാസ്സുകളും ചിന്തനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് ഈ കാശി ക്ഷേത്രത്തിൻ്റെ ആ ആന്തരികമായ കാശിയെ, ജ്ഞാനരൂപമായ കാശിയെ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ ദർശന സ്പർശനങ്ങളോട് കൂടി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും, നമുക്കത് അനുഭവിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ സംസാരിക്കേണ്ടത് ഓം നമഃശിവായ മന്ത്രത്തെക്കുറിച്ചാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഓം നമഃശിവായ മന്ത്ര വ്യാഖ്യാന രൂപമായിട്ടുള്ള ഒരു സ്തോത്രം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ മുഴുവൻ സ്തോത്രം നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിന് മന്ത്രരാജസ്തവം എന്നാണ് സ്തോത്രത്തിന് പറയുന്നത്. അതിൻ്റെ പ്രിന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് വിതരണം ചെയ്യാം. മന്ത്രരാജസ്തവം. ഓം നമഃശിവായ, നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് ഭഗവത്പാദ ആദിശങ്കരാചാര്യ സ്വാമിജികളുടെ പ്രഥമ ശിഷ്യനായ പത്മപാദാചാര്യ സ്വാമിജികൾ എഴുതിയ ഒരു വ്യാഖ്യാനമാണ്, ആധ്യാത്മിക വ്യാഖ്യാനമാണ്. ഇത് അധികം എല്ലാവർക്കും അറിയാത്ത ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അത്ര പ്രചാരത്തിലില്ലാത്ത ഒരു സ്തോത്രമാണ്. വളരെ ഗംഭീരമായിട്ട് ഓം നമഃശിവായ എന്ന മന്ത്രം നമ്മൾ ഉച്ചരിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ഫലവും ആദിദൈവികമായിട്ടുള്ള ഫലവും ആദിഭൗതികമായിട്ടുള്ള ഫലവും, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൗതികങ്ങളായിട്ടുള്ള ഫലവും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ 5 അക്ഷരങ്ങൾ മാത്രമുള്ള ഈ ചെറിയൊരു മന്ത്രത്തിൽ എത്ര ഗഹനമായ അർത്ഥമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മന്ത്രത്തിൻ്റെ ശരിക്കുള്ള ആത്മാവായിട്ട്, അതിൻ്റെ സാരമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് പത്മപാദ ആചാര്യസ്വാമിജികളുടെ ഈ സ്തോത്രത്തിൽ നിന്ന്, ഈ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കേവലം 23 ശ്ലോകങ്ങൾ മാത്രമുള്ള വ്യാഖ്യാനമാണ്.
പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത അത്രയും വ്യാപ്തിയിൽ, കാരണം ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ശങ്കരാചാര്യ സ്വാമിജികളുടെ തന്നെ സാക്ഷാത് ശിഷ്യനാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ആചാര്യസ്വാമിജികളിൽ നിന്ന് നേരിട്ട് പഠിച്ച ആള്, ആചാര്യസ്വാമിജികളുടെ ജീവിതം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആള്, നിരന്തരം അദ്ദേഹം പരിവ്രാജനം ചെയ്യുമ്പോഴൊക്കെ ഭാരതത്തിൽ 3 തവണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു, പദയാത്രയായിട്ടൊക്കെ. ആ സമയത്തൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ആള്, പ്രഥമ ശിഷ്യൻ. അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ് ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിനെക്കുറിച്ചുള്ള ചർച്ച, ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങള്, പ്രഭാഷണങ്ങൾ ആചാര്യസ്വാമിജികളിൽ നിന്ന് നേരിട്ട് തന്നെ പത്മനാഭ ആചാര്യസ്വാമിജികൾ മനസ്സിലാക്കി എന്നറിയാം. ഇപ്പൊ ഞാൻ നേരത്തെ കാശിയെക്കുറിച്ച് പറഞ്ഞത് ആചാര്യസ്വാമിജികളുടെ തന്നെ സ്തോത്രത്തിൽ നിന്ന് ഒരു ശ്ലോകത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പ്രസിദ്ധമായ നമഃശിവായ മന്ത്രം, നമ്മുടെ ശാസ്ത്രീയ വിധി അനുസരിച്ച് ഈ മന്ത്രങ്ങളുടെ ഒരു പ്രയോഗം, മന്ത്രങ്ങളുടെ വിഭാഗം, അങ്ങനെ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് 2-3 ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. എല്ലാ ശ്ലോകങ്ങളും നോക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റു ശ്ലോകങ്ങളുടെ ഒരു വ്യാഖ്യാനവും. എന്താണ് ഈ മന്ത്രങ്ങളുടെ പ്രയോഗം? എന്താണ് മന്ത്രങ്ങളുടെ സാരം എന്ന് ചോദിച്ചാൽ, മന്ത്രങ്ങള് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. ഒന്ന്, നേരിട്ട് വേദത്തിൽ തന്നെ വന്ന മന്ത്രങ്ങൾ, വൈദിക മന്ത്രങ്ങൾ എന്ന് പറയും. അതായത് 4 വേദങ്ങള്, 4 വേദങ്ങളുടെ ശാഖകള്, ഈ വേദഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ വന്ന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെ വൈദിക മന്ത്രങ്ങൾ എന്നാ പറയാ. വൈദിക മന്ത്രങ്ങള് ഇവിടെ ഒരു പ്രത്യേകത, വേദത്തിലെ ഏത് വേദത്തിൽ വന്നുവോ ആ വേദത്തിലെ ശാഖയുടെ അതിൻ്റെതായിട്ടുള്ള സ്വരമുണ്ട്. ആ സ്വരത്തിൽ വേണം ആ മന്ത്രം, വൈദിക മന്ത്രം ചൊല്ലാൻ. അതങ്ങനെ എങ്ങനെയെങ്കിലും ചൊല്ലിയാൽ, നമുക്ക് തോന്നുന്ന മാതിരി എടുത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഫലം ഉണ്ടാവില്ല. ആ സ്വരസഹിതം അത് പഠിക്കണം. അതിൻ്റെ അധികാരികൾ, അതിന് യോഗ്യരായിട്ടുള്ളവർ അത് പഠിക്കും. അത് പഠിച്ച് ചൊല്ലാൻ പഠിച്ച്, ഓത്ത് പഠിച്ച് അതിനനുസരിച്ച് അത് ചൊല്ലും. അപ്പോഴാണ് ആ മന്ത്രങ്ങൾക്ക് അങ്ങനെ ഒരു ഫലം ഉണ്ടാവുക. അതിന് കാരണം ഈ വേദം മുഴുവൻ സ്വരബദ്ധമാണ്. അതൊരു പ്രത്യേക സ്വരത്തില് നിശ്ചിതമാണ്. സ്വരം ചൊല്ലാൻ വേണ്ടി മാത്രമുള്ളതല്ല, ശബ്ദസ്വരങ്ങളുടെ ഒരു അർത്ഥവ്യത്യാസം കൂടിയുണ്ട്. അതായത് ആ സ്വരങ്ങളിൽ ആ ശബ്ദങ്ങൾ തിട്ടപ്പെടുത്തിയിരിക്കുമ്പോൾ ആ സ്വരങ്ങളിൽ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുക. അങ്ങനെ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വരം ഇത്ര മുഖ്യമായിരിക്കുന്നത്. ഈ സ്വരം എന്തെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മൾ സാധാരണ കീർത്തനങ്ങൾ കേൾക്കാറുണ്ട്. ത്യാഗരാജ സ്വാമിജികൾ എഴുതിയ കീർത്തനങ്ങൾ, ദീക്ഷിത സ്വാമിജികൾ എഴുതിയ കീർത്തനങ്ങൾ, ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. ക്ലാസിക്കൽ കർണാടിക് സംഗീതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്നൊക്കെ നമ്മൾ പറയുന്ന ക്ലാസിക്കലായിട്ടുള്ള കീർത്തനങ്ങൾ. ഇപ്പൊ ഈ കീർത്തനങ്ങളും നമ്മൾ പാടുന്ന പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ വ്യത്യാസം? കീർത്തനങ്ങളിൽ ഒരു പ്രത്യേക സ്വരമുണ്ട്. ആ സ്വരം ഗുരുവിൽ നിന്ന് പഠിച്ച് അതനുസരിച്ച് വേണം ആ കീർത്തനം പാടാൻ. എന്നാൽ മാത്രമേ ആ കീർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു ചേർച്ച ഉണ്ടാവുള്ളൂ, ഒരു രസം ഉണ്ടാവുള്ളൂ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം ഉണ്ടാവും. ഇപ്പൊ വാതാപി ഗണപതി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, ഒരു കീർത്തനമുണ്ട്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പാടാം. അത് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പാടാം. പക്ഷേ അതിൻ്റെ സ്വരം അനുസരിച്ച് അത് പാടുമ്പോഴാണ് അത് വാതാപി ഗണപതി ആവുക. നമ്മൾ പാടിയാൽ അത് വാതാപി ഗണപതി
ആവില്ല. ഒരു പാട്ടാവും, വാതാപി ഗണപതി എന്നാവും, ഗണപതിയുടെ പ്രാർത്ഥനയാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് ശരിയായിട്ടുള്ള ആ ഒരു കീർത്തനത്തിൻ്റെ രൂപത്തിൽ ആവില്ല. അതിന് നിശ്ചിതമായിട്ടുള്ള സ്വരം, രാഗം, താളം ഒക്കെ ഉണ്ട്. അതുപോലെ ഈ വേദമന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കുറച്ച് കാലം മുമ്പ് കുറച്ച് ആൾക്കാർ ചേർന്ന് ചെയ്തതൊന്നുമല്ല. അനാദികാലം മുതൽ, വേദം പ്രകടമായ അക്കാലം മുതൽ തന്നെ ഇത് സ്വരത്തോടു കൂടി പ്രകടമായി എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ അങ്ങനെ വന്ന വേദത്തിൽ വന്ന മന്ത്രങ്ങളിൽ വേദസ്വരങ്ങളോട് കൂടിയിട്ടാണ് ഈ മന്ത്രങ്ങൾ വരിക. അപ്പോൾ വേദത്തിൽ വന്ന മന്ത്രങ്ങളൊക്കെ അങ്ങനെ ചൊല്ലണം. അതിനൊരു ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഉദാഹരണമാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രത്തിന് ഗായത്രീതരായിട്ടുള്ള ആ ഒരു സ്വരമുണ്ട്, അതത് വേദത്തിനനുസരിച്ച് സ്വരമുണ്ട്. ആ സ്വരത്തിൽ വേണം ആ ഗായത്രി ചൊല്ലാൻ, എന്നാലാണ് ഗായത്രി മന്ത്രത്തിന്റെ ഫലം കിട്ടുക എന്നാണ് സങ്കല്പം. ഇത് ഒരു തലത്തിലുള്ള മന്ത്രങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ നമശിവായ മന്ത്രത്തിനുള്ള പ്രത്യേകത, നമശിവായ മന്ത്രം വേദത്തിലും വന്നിട്ടുണ്ട്. ഇതേ മന്ത്രം തന്നെ വേദത്തിലും, കൃഷ്ണ യജുർവേദത്തിലും ശുക്ല യജുർവേദത്തിലും ഒക്കെ രുദ്രി പാഠത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വരമുണ്ട്, അതിന് ഋഷി ഛന്ദസ് നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചുണ്ട്. അപ്പോൾ അത് വൈദിക മന്ത്രവുമാണ് നമശിവായ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ തലത്തിലുള്ള മന്ത്രങ്ങളാണ് സ്മാർത്ത മന്ത്രങ്ങൾ. സ്മാർത്ത മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്മൃതികളിലും പുരാണങ്ങളിലും വന്ന മന്ത്രങ്ങൾ. ഈ സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ചില ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന. ഇപ്പോൾ യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി, പരാശര സ്മൃതി, ഇങ്ങനെ യാസ്ക സ്മൃതി എന്നൊക്കെ പറഞ്ഞിട്ട് അനേകം പേരുകളിൽ സ്മൃതികളുണ്ട്. അനേകം ഋഷിമാരുടെ പേരുകളിൽ അവരൊക്കെ രചിച്ച സ്മൃതികൾ. അങ്ങനെ ഒരു 57ഓളം സ്മൃതികൾ നമുക്കുണ്ട് ഭാരതീയ എന്താ പറയുക നമ്മുടെ ശാസ്ത്രങ്ങളിലും. ആ സ്മൃതികളിലും മന്ത്രങ്ങളുണ്ട്, പ്രയോഗങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. ഇതിനെ സ്മാർത്ത കർമ്മങ്ങൾ എന്ന് പറയാം, സ്മാർത്ത മന്ത്രങ്ങൾ എന്ന് പറയും. ഈ മന്ത്രങ്ങളുടെ പ്രത്യേകത, ഇതെല്ലാവർക്കും ചൊല്ലാം. അതിന് പ്രത്യേക സ്വരബദ്ധമായിട്ട് ദീക്ഷ എടുത്ത് തന്നെ ചൊല്ലണം അങ്ങനെയില്ല. ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ പ്രത്യേകിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം അത് സാധാരണ ചൊല്ലാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഈ സ്തോത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആചാര്യസ്വാമിജികൾ എഴുതിയ ശങ്കരാചാര്യ സ്വാമിജികളുടെ സ്തോത്രങ്ങളുണ്ട്. ഇപ്പൊ അത് പഞ്ചാക്ഷരി സ്തോത്രം എന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാശി പഞ്ചകം എന്ന സ്തോത്രമുണ്ട്, ത്രിവാണാഷ്ടകം എന്ന സ്തോത്രമുണ്ട്, ശിവസ്തുതികളുണ്ട്, ദേവീസ്തുതികളുണ്ട്. അങ്ങനെ ഒരു 90-ലധികം സ്തോത്രങ്ങൾ ആചാര്യസ്വാമിജികൾ രചിച്ചിട്ടുണ്ട്. സൗന്ദര്യ ലഹരി, ആനന്ദ ലഹരി, ഇങ്ങനെയൊക്കെയുള്ള സ്തോത്രങ്ങൾ നിങ്ങളിത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. കാരണം എന്താണ്? അതിന് പ്രത്യേക സ്വരബദ്ധതയൊന്നുമില്ല. അത് വൈദികമല്ല, സ്മാർത്ഥമാണ്. ഓരോ ആചാര്യന്മാർ, ഋഷിമാര് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോ ഓം നമഃശിവായ മന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മന്ത്രം സ്മാർത്ഥമായിട്ടുള്ള സ്മൃതികളിലും വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ തലം ആണ് ആഗമ മന്ത്രങ്ങൾ എന്ന് പറയും. ആഗമ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാല് ശൈവ ആഗമങ്ങള്, വൈഷ്ണവ ആഗമങ്ങള്, ശാക്തേയ ആഗമങ്ങള്, ഇങ്ങനെ 3 തരത്തിലുള്ള ആഗമ ഗ്രന്ഥങ്ങളുണ്ട്. അതിന് നമ്മുടെ സാധാരണ അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ തന്ത്രശാസ്ത്രം എന്ന് നമ്മൾ ഇവിടെ പറയുന്നതിനെയാണ് ആഗമ ഗ്രന്ഥങ്ങൾ എന്ന് പറയുക. ആഗമ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത, ശിവൻ പാർവതിക്ക് ഉപദേശിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു തുടക്കത്തിൽ ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ആ ചർച്ച തുടങ്ങുന്നതെങ്കിൽ, ശിവനോ ശിവന്റെ അവതാരങ്ങളായിട്ടുള്ളവരോ, ഇപ്പൊ ഭൈരവൻ തുടങ്ങിയവരൊക്കെ അങ്ങനെ ഉപദേശിക്കുന്നതിനെയാണ് ആഗമ ഗ്രന്ഥങ്ങൾ എന്ന് പറയാം. അപ്പൊ ഈ ആഗമ ഗ്രന്ഥങ്ങളിലും മന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ആഗമ ഗ്രന്ഥങ്ങളിൽ വന്ന മന്ത്രങ്ങൾക്ക് പ്രത്യേക സ്വരമില്ല. അത് സമ്പ്രദായ പ്രകാരം അവരുടെ ഗുരുപരമ്പര അനുസരിച്ച് ഗുരു എങ്ങനെയാണോ ചൊല്ലി ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതനുസരിച്ച് അവർ പഠിക്കുന്നു, ശിഷ്യൻ അതുപോലെ ചൊല്ലുന്നു. അങ്ങനെയാണ്. അതിലൊരു നിശ്ചിത സ്വരം എന്ന് പറയാനില്ല. അപ്പോൾ ആഗമ ഗ്രന്ഥങ്ങളിലും ഈ ഓം നമഃശിവായ മന്ത്രം വരുന്നുണ്ട്. അതാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതി വാസുദേവായ എന്നൊക്കെ ഉള്ള മന്ത്രങ്ങളൊക്കെ, അഷ്ടാക്ഷരി മന്ത്രങ്ങളും ദ്വാദശാക്ഷരി മന്ത്രവും ഒക്കെ. അപ്പൊ ഇതിലെന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മന്ത്രം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. പക്ഷേ
ചൊല്ലുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയും പവിത്രതയും ഭാവവും ഒക്കെ ആവശ്യമാണ്. ഋഷിപ്രോക്തങ്ങളായ ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ആ ഫലം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ, ഇപ്പോൾ 21 തവണ നമഃശിവായ മന്ത്രം ചൊല്ലിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ പവിത്രത കൂടി ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ലഭ്യമാകുള്ളൂ. നമുക്ക് ആ യോഗ്യത വേണമെന്നർത്ഥം. അപ്പൊ അതാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്, മന്ത്രങ്ങൾ ഏത് സമയത്ത് ചൊല്ലണം എന്നുകൂടെ ഉണ്ട്. ഇപ്പൊ സന്ധ്യാസമയങ്ങളാണ് നമ്മുടെ ആധ്യാത്മിക കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഉത്തമമായ സമയമായിട്ട് കണക്കാക്കുന്നത് സന്ധ്യാസമയമാണ്. അത് 2 സന്ധ്യകൾ പ്രധാനം. മധ്യാഹ്നത്തിലൊരു സന്ധ്യ കണക്കാക്കുകയാണെങ്കിൽ 3 സന്ധ്യകളുണ്ട്. ത്രിസന്ധ്യ എന്ന് പറയും. സന്ധ്യ എന്ന് പറയുന്നത് വൈകുന്നേരമാവുമ്പോൾ സൂര്യ ഉദയത്തിന് ശേഷം രാത്രി ആകുന്നതിന് മുമ്പുള്ള ഒരു മുഹൂർത്തം, ഒരു 45 മിനിറ്റ്, അതിനെയാണ് സന്ധ്യാകാലം എന്ന് പറയുക. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പൂജയും ദീപാരാധനയൊക്കെ നടക്കുന്നത് ആ സന്ധ്യാസമയത്താണ്. അതുപോലെ രാവിലെ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ആ സമയം. മധ്യാഹ്നത്തിലാണെങ്കിൽ ഈ 11:30 മണി കഴിഞ്ഞ് ഒരു 12:15 വരെയുള്ള സമയം, അതായത് ഈ സൂര്യൻ മധ്യത്തിൽ വരുന്ന സമയം, അത് വളരെ ശുഭമായിട്ടുള്ള സമയമായിട്ട് കണക്കാക്കുന്നു. ആ സമയത്തും 12 മണിക്ക് ഉള്ള ആ സമയത്ത് അതൊരു നല്ല സമയമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഈ സമയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമുള്ള ദിനത്തിന്റെ ആദിയും ദിനത്തിന്റെ അന്തവുമായിട്ടുള്ള 2 സന്ധ്യകൾ വളരെ വിശേഷമാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ പ്രത്യേക ഒരു അവസ്ഥയിലെത്തുന്നു. അത് സ്വാഭാവികമായി പ്രാകൃതികമായി എത്തുന്നു. പ്രകൃതിയുടെ മാറ്റം കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നത് കൊണ്ടാണ് ആ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യരുത്, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതെല്ലാം ശാസ്ത്രീയമാണ്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനും കഴിയും. അപ്പൊ ഈ നാമജപങ്ങളൊക്കെ വിശേഷാൽ ചെയ്യേണ്ടത് സന്ധ്യാസമയങ്ങളിലാണ്. എന്നാൽ മറ്റു സമയങ്ങളും നമ്മൾ ശുദ്ധിയായിരിക്കുന്ന സമയങ്ങൾക്ക്, വൃത്തിയായിരിക്കുന്ന സമയങ്ങൾക്ക്, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ജപങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഈ 2 സമയത്ത് കൃത്യമായിട്ടും ചെയ്യേണ്ടതുണ്ട്. വിശേഷ സമയമാണ്. അപ്പൊ ഇങ്ങനെ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എന്താ നമ്മുടെ ഉള്ളിലൊരു പ്രകടനം ഉണ്ടാകുക, എന്താണ് നമ്മുടെ ഉള്ളിലൊരു വ്യത്യാസം ഉണ്ടാകുക, എന്താണ് ഈ മന്ത്രത്തിൻ്റെ സാരം എന്ന് ഒരു അതിൻ്റെ ഒരു ഭൂമിക പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ മന്ത്രം പ്രവർത്തിക്കുക, മന്ത്രവും ദേവനും ആത്മാവും ഈ പ്രകൃതിയും നമ്മുടെ ശരീരവും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്താണ്. ഇപ്പം നമ്മൾ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്, മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫലം പറയുന്നില്ല. എന്നാൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ ഫലം പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പം സാധാരണ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നാസ്തികരെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ നമഃശിവായ എന്ന് ജപിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ജപിച്ചാലും മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാളൊരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു, അതിപ്പോൾ മന്ത്രം ജപിക്കണമെന്ന് എന്നെ ജപിച്ച് ഒരു ശബ്ദം ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആവർത്തിക്കുമ്പോൾ ഏകാഗ്രത ഉണ്ടാവും. അതിപ്പോൾ ഓം നമഃശിവായ മന്ത്രം എന്ന് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ശബ്ദങ്ങളും ഉച്ചരിക്കാം. അങ്ങനെ ഉച്ചരിച്ചാലും ഫലം അത് തന്നെ ഉണ്ടാവുക, ഏകാഗ്രത ഉണ്ടാവും. കാരണം വീണ്ടും വീണ്ടും ആവർത്തിക്കാമെന്ന് മാത്രമാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ അതല്ല അതിൻ്റെ വസ്തുത. അതിനൊരു വളരെ ശാസ്ത്രീയമായ, വൈജ്ഞാനികമായ, സയൻറ്റിഫിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രം ഈ മന്ത്രങ്ങളുടെ പുറകെയുണ്ട്. അത് പറഞ്ഞിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ നാമങ്ങളുടെ അർത്ഥം, ആദ്യത്തെ നാമത്തിൻ്റെ അർത്ഥം, പിന്നെ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് എത്ര വ്യാഖ്യാനങ്ങൾ ഈ 5 അക്ഷരങ്ങളിൽ നിന്ന് എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്പം 2-3 ശ്ലോകങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. എങ്ങനെയാണ് ഈ മന്ത്രം പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു
ഈ മന്ത്രങ്ങളൊക്കെ ഉണ്ടായത് വേദത്തിൽ നിന്നാണ്. വേദത്തിൽ നിന്നുണ്ടായ മന്ത്രങ്ങൾ തന്നെ സ്മൃതിയിലും ആഗമത്തിലും ഒക്കെ പിന്നെ മാറി മാറി വന്നു. ഇപ്പൊ വേദം എങ്ങനെയാണ് പ്രകടമായത്? ഋഷികളിലൂടെയാണ് വേദം പ്രകടമായത്. വേദം ഉണ്ടാക്കപ്പെട്ടതല്ല, വേദം അപൗരുഷേയമാണ്. അപൗരുഷേയമായ വേദം ഋഷികളുടെ മനസ്സിലൂടെ പ്രകടമാകുന്നു. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് വേദത്തെ അപൗരുഷേയം എന്ന് പറയുന്നത്. പ്രകടമാകുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളത് അറിയാനുള്ള യോഗ്യത ഉണ്ടാകുമ്പോൾ പ്രകടമാകുന്നു, അയാളത് അറിയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാ കണ്ടുപിടുത്തങ്ങളിലും ഒരു കണ്ടുപിടുത്തം, ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. അതിൻ്റെ അർത്ഥം ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണത്തിനെ ഉണ്ടാക്കിയെന്നാണോ? ഐസക് ന്യൂട്ടന് ശേഷമാണ് ഗുരുത്വാകർഷണം വന്നത്. അതുകൊണ്ട് ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണത്തിനെ ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗുരുത്വാകർഷണം നേരത്തെ ഉണ്ടായിരുന്നു. അത് അറിയാനുള്ള ഒരു യോഗ്യത ഐസക് ന്യൂട്ടനിൽ വന്നു. കാരണം അയാൾ അങ്ങനെ ചിന്തിച്ചു. ആപ്പിൾ തലയിൽ വീണപ്പോൾ ചിന്തിച്ചു എന്നാണല്ലോ. അപ്പോൾ ആപ്പിൾ തലയിൽ വീണപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താ മുകളിലേക്ക് പോകാത്തത്, താഴോട്ട് തന്നെ എന്തുകൊണ്ട് വന്നു എന്നിങ്ങനെ ചിന്തിച്ചു. ആ ചിന്തനമാകുന്ന തപസ് ചെയ്തു. അങ്ങനെയാണ്, അതൊരു തപസ്സാണ് ഈ ചിന്തനം. അതിലിങ്ങനെ വീണ്ടും 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 മനസ്സിനെ വ്യാപൃതമാക്കുക, അത് തന്നെയാണല്ലോ തപസ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു തപസ് ചെയ്തപ്പോൾ അയാൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രാവിറ്റി എന്താണോ അത് അയാളുടെ മനസ്സിൽ റിവീൽഡ് ആയില്ല, പ്രകടമായി. പക്ഷേ അതിനു മുമ്പ് ആരും അങ്ങനെ പ്രകടമാക്കിയില്ല എന്ന് സങ്കല്പിച്ച് നമ്മൾ ഐസക് ന്യൂട്ടന് ഗ്രാവിറ്റിയുടെ പ്രണേതാവായിട്ട് അല്ലെങ്കിൽ കണ്ടെത്തിയ ആളായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു. വാസ്തവത്തിൽ ഐസക് ന്യൂട്ടനൊക്കെ എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ വൈശേഷിക ദർശനത്തിലും ന്യായദർശനത്തിലും പിന്നെ വന്ന് ജ്യോതിഷപരമായിട്ടുള്ള സൂര്യസിദ്ധാന്തം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലുമൊക്കെ ഐസക് ന്യൂട്ടന് എത്രയോ നൂറുകണക്കിന് വർഷം മുമ്പ് തന്നെ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട്. ഉപനിഷത്തുക്കളിലുണ്ട്, ശങ്കരാചാര്യ സ്വാമിജികളുടെ ഭാഷ്യത്തിലുണ്ട് ഗുരുത്വാകർഷണത്തെക്കുറിച്ചുണ്ട്. ഐസക് ന്യൂട്ടൻ പറഞ്ഞ 3 അദ്ദേഹത്തിൻ്റെ തിയറികളും നമ്മൾ 3 ലോസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഇത് 3ഉം വൈശേഷിക ദർശനത്തിലെ 3 സൂത്രങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് വേറൊരു സിസ്റ്റത്തിൽ നിന്നാണ്. നമ്മുടെ ശാസ്ത്രങ്ങളുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അപ്പോൾ വൈശേഷിക സൂത്രത്തിൽ പറഞ്ഞ കാര്യം ഐസക് ന്യൂട്ടൻ പഠിച്ചിട്ട് പറയുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം അത് അദ്ദേഹം പഠിച്ചോ ഇല്ലേ എന്നുള്ളതിന് യാതൊരു അറിവുമില്ല. പക്ഷെ എന്താണോ അദ്ദേഹം പറഞ്ഞത് അത് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആരാണോ വൈശേഷിക ദർശനം പഠിക്കുന്നത് അവർക്ക് അതറിയാൻ പറ്റുള്ളൂ. നമ്മുടെ സ്കൂളിലും കോളേജിലും ഒന്നും പഠിപ്പിക്കുന്നില്ല, അതൊന്നും അറിയാൻ പറ്റില്ല. ഇരിക്കട്ടെ, അതിന് എന്ത് മനസ്സിലായി? ഉള്ളത് തന്നെ അയാൾ കണ്ടെത്തി എന്നാണ്. അതുപോലെ ആത്മാവിൻ്റെ സ്വരൂപമായിട്ട് ജ്ഞാനമായിട്ട് നിലകൊള്ളുന്ന, ചൈതന്യമായിട്ട് നിലകൊള്ളുന്ന, സത്തയായിട്ട് നിലകൊള്ളുന്ന വേദത്തെ ഋഷികൾ അവരുടെ തപസ്സുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി ബുദ്ധിയെ ആ തലത്തിലെത്തിച്ച് ആ വേദമന്ത്രങ്ങളുടെ പ്രതിധ്വനി കേട്ട് അവരുടെ മനസ്സിൽ ആ വേദമന്ത്രങ്ങൾ പതിക്കുകയാണ്. ഋഷയോ മന്ത്രദ്രഷ്ടാരഹ എന്ന് യാസ്ക മഹർഷി ഋഷികളുടെ വ്യാഖ്യാനം പറയാണ്. ഋഷികൾ ആരാണ്? മന്ത്രദ്രഷ്ടാരഹ നതു മന്ത്രകർത്താരഹ. മനസ്സിലായോ? മന്ത്രങ്ങളെ ഉണ്ടാക്കിയത് അവരല്ല. മന്ത്രങ്ങളെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഉള്ളതാണ്, അതിനെ അവർ കണ്ടെത്തി. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ ഒരു പ്രവാചകൻ പറഞ്ഞു അത് തന്നെയാണുള്ളത്, വേറൊരു പ്രവാചകൻ ആവാൻ പറ്റില്ല എന്നില്ല. നമ്മുടെ സനാതനധർമ്മത്തിലുള്ള പ്രത്യേകത നമുക്ക് ഓരോരുത്തർക്കും ഋഷികളാവാനുള്ള യോഗ്യതയുണ്ട്. ആ തപസ്സും നിഷ്ഠയും ഏകാഗ്രതയും ഒക്കെ ശാസ്ത്രം പറഞ്ഞ വിധിപ്രകാരം
പ്രാക്ടീസ് ചെയ്താൽ ഒരു വേള നമുക്ക് ആ ഋഷിപദത്തെ പ്രാപിക്കാൻ പറ്റും. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എപ്പോഴെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ആ വ്യാപക ശക്തി അതിൽ നിന്ന് പ്രകടമായതാണ് ഈ മന്ത്രങ്ങൾ. നമുക്കറിയാം, ഒരു തിയറി ഉണ്ട്, വൈബ്രേഷൻ തിയറി, സ്പന്ദനം എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞില്ല എങ്കിലും തള്ളിക്കളഞ്ഞതുപോലെയുള്ള ഒരു സിദ്ധാന്തമാണ് എല്ലാം പൊട്ടിത്തെറിച്ചു വന്നു എന്നുള്ള ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് എന്താണ്? ഒരു സമയത്ത്, ഒരു പ്രത്യേക ക്ഷണത്തിൽ, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നു എന്നാണ്. അതിനുശേഷം വൈബ്രേഷൻസ് ഉണ്ടായി, പിന്നെ ഇതൊക്കെ വന്നിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടായി എന്നാണ്. ആ തിയറി ഇപ്പോൾ ക്വസ്റ്റ്യനബിൾ തിയറി ആയിട്ട് നിൽക്കുകയാണ്. കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളതിന് വേണ്ടി തെളിവുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട്. ഏതായാലും തൽക്കാലം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനും സ്വീകരിക്കാം. ഈ സ്പന്ദനം എന്ന് പറയുന്നത്, വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഉള്ളതാണ്. പ്രപഞ്ചം എവിടെയും നിലയ്ക്കുന്നില്ല എന്ന് ഇന്ന് സയൻസ് പറയുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിന് ഉള്ളിലും വൈബ്രേഷൻസ് ഉണ്ട്, അന്തരീക്ഷത്തിന് പുറത്തും വൈബ്രേഷൻസ് ഉണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് സ്പേസ് എല്ലാം വാക്വം ആണെന്നാണ്, ഒന്നുമില്ലാത്ത സ്പേസിൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നു സ്പേസ് വാക്വം അല്ല, സ്പേസില് തരംഗങ്ങളുണ്ട്. ഇപ്പൊ ക്വാണ്ടം തിയറിയൊക്കെ വന്നതിന് ശേഷം അത് വളരെ സ്പഷ്ടമായി. അതായത് നമ്മൾ ഓങ്കാരം ജപിക്കുന്നതും ഓങ്കാരത്തോടു കൂടി മറ്റ് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും എല്ലാ ശബ്ദത്തിനും മന്ത്രത്തിനും ആധാരമായിട്ട് സർവ മന്ത്രങ്ങളുടെയും മൂലമായിട്ട് ഓങ്കാര മന്ത്രത്തെ കരുതുന്നതൊക്കെ ഈ വൈബ്രേഷൻ തിയറിയെ സ്വീകരിച്ചുകൊണ്ടാണ്. അതൊരു വലിയ സിദ്ധാന്തമാണ്, അതിലേക്ക് കൂടുതൽ പോകാൻ നമുക്ക് സമയമില്ല. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആ തരംഗ സിദ്ധാന്തത്തിൽ നിന്ന് ശബ്ദങ്ങളുണ്ടായി, ശബ്ദങ്ങളുടെ ഒരു സിദ്ധാന്തം. അപ്പൊ നമ്മൾ ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ഞാൻ ഈ പറയുന്ന ശബ്ദം ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. അതിനെ കൂടുതൽ തരംഗം സൃഷ്ടിക്കാനാണ് ഈ ഉച്ചഭാഷണിയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഉച്ചത്തിൽ പറയേണ്ടി വരും. അപ്പൊ ഈ തരംഗം സൃഷ്ടിക്കപ്പെടുന്ന തരംഗം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു മെഷീൻ വെച്ചിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വൈബ്രേഷൻസ് നമുക്കറിയാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ കാതിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. അത് തരംഗ സിദ്ധാന്തം, VG മുകുള ന്യായം എന്നൊക്കെ പറയും. അത് നമ്മൾ തരംഗമായിട്ട് നമ്മുടെ ഉള്ളിലെത്തും. ഓരോ ശബ്ദം നമ്മൾ പുറപ്പെടുവിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവാം. പക്ഷേ നിശ്ചിത ശബ്ദങ്ങളുടെ അക്ഷരങ്ങളുടെ ഒരു മാത്ര ഒരുമിച്ച് വരുമ്പോൾ അതിനൊരു നിശ്ചിത തരംഗ രൂപമുണ്ട്. ആ നിശ്ചിത തരംഗ രൂപം ഒരു എനർജിയെ വൈബ്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയെ പുറപ്പെടുവിക്കും. അതൊരു പ്രത്യേക തരംഗമായിട്ട്, പ്രത്യേക രൂപമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് ചിലവർ നമ്മോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നമുക്ക് അത്ര വലിയ വികാരമൊന്നും തോന്നില്ല. ചിലവർ ദേഷ്യപ്പെട്ടല്ല, സാധാരണ രീതിയിൽ സംസാരിച്ചാലും അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഒരു ശരിയല്ലായ്മ അങ്ങനെ തോന്നാറില്ലേ? ശബ്ദം അത് തന്നെ ആവാം, നമ്മളെ പേര് പറഞ്ഞ് വിളിക്കുന്നതൊക്കെ അതേ പേര് തന്നെ ആവാം. പക്ഷെ ആ വിളിക്കുന്ന ടോണിന് ഒരു വ്യത്യാസം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തരംഗങ്ങൾക്ക് വ്യത്യാസം വരും, നമ്മുടെ മനസ്സിന്റെ റിയാക്ഷൻ മാറും. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരേ ആള് ഒരേ ശബ്ദം തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. പക്ഷെ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭാവത്തിനനുസരിച്ച് അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നു. ആ വ്യത്യാസം നമ്മുടെ കാതിന് തിരിച്ചറിയാൻ കഴിയുന്നു. ആ കാത് തിരിച്ചറിഞ്ഞ് അത് ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു. മെസ്സേജ് കൊടുത്തിട്ട് പറയുന്നു ഈ ശബ്ദം അനുകൂലമല്ല, ഇപ്പൊ അയാൾ നല്ല ഭാവത്തിലല്ല വിളിക്കുന്നത്, ആ പേര് വിളിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക ഇയാൾ ഇപ്പൊ ക്രോധത്തിലാണ് അല്ലെങ്കിൽ മറ്റു വല്ല വികാരത്തിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇയാളുടെ ആ വിളിയുടെ ശബ്ദത്തിന്റെ തരംഗങ്ങൾ മനസ്സിലാക്കി. ഇത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. മനസ്സിനെ താളത്തിലേക്ക് കൊണ്ടുവരും. അത് ഒരു ദേവാലയത്തിലും ശുദ്ധമായ ഒരു സ്ഥലത്തുമാണെങ്കിൽ അവിടെ ആ തരംഗങ്ങളുടെ പ്രതിധ്വനിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിക്രിയ, അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലാകും. കാരണം
ഈ അന്തരീക്ഷത്തിന് ഇതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ശുദ്ധമായ അന്തരീക്ഷം, നമ്മൾ അമ്പലമൊക്കെ എപ്പോഴും പവിത്രമായിട്ട് വെക്കണമെന്ന് പറയുന്നത് അവിടെ പ്രതിധ്വനിക്കുന്ന ആ ശബ്ദങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനാണ്. അതിനൊരു വേറൊരു തിയറി ഉണ്ട്. അതായത് അവിടെ ഇരിക്കുന്ന വിഗ്രഹം, ആ വിഗ്രഹത്തിന്റെ കണക്ക്, അമ്പലത്തിന്റെ കണക്ക്, അതിന്റെ ചുറ്റമ്പലത്തിന്റെ കണക്ക്, ഇതൊക്കെ ഈ വൈബ്രേഷന്റെ ഡിഫറെന്റ് ലെവലിലുള്ള ചില തത്വങ്ങളെ അതിൽ ആശ്രയിച്ചാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മന്ത്രങ്ങൾ ഉണ്ടാക്കും, ആ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഈ മന്ത്രം ചൊല്ലുന്നത് 3 തരത്തിലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മന്ത്രം നമുക്ക് 3 തരത്തിൽ ചൊല്ലാം. ഒന്ന്, വൈഖരി എന്ന് പറയുന്ന രീതിയിൽ ഉച്ചത്തിൽ ചൊല്ലുക. ഉച്ചത്തിൽ ചൊല്ലുക, ശരിക്ക് ശബ്ദമെടുത്ത് നിവർന്നിരുന്ന് നമുക്ക് പരമാവധി ശബ്ദം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉച്ചത്തിൽ തന്നെ ചൊല്ലുക. ഇപ്പോൾ വേദമന്ത്രങ്ങളൊക്കെ വേദപണ്ഡിതന്മാർ, പുരോഹിതന്മാർ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നല്ല ഉച്ചത്തിലായിരിക്കും ചൊല്ലുക, അവർക്ക് പ്രത്യേക സ്വരമുണ്ട്. അതിനെ പറയുന്ന പേരാണ് വൈഖരി എന്ന്. അപ്പം അതിനൊരു വൈബ്രേഷൻ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത, അങ്ങനെ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്ന ആളിനെയും പവിത്രീകരിക്കും, അയാളുടെ മനസ്സിലും തരംഗങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലും തരംഗങ്ങൾ ഉണ്ടാക്കും. എവിടെയാണോ അത് ചൊല്ലുന്നത് ആ സ്ഥലത്തെയും അത് പവിത്രീകരിക്കും. അവിടെ ആ സ്ഥലത്തുള്ള വെള്ളത്തിൽ പോലും അവിടെ ജലം വച്ചിരിക്കുന്നു. ഇപ്പോൾ കുംഭത്തിൽ ജലം വച്ചിരിക്കുന്നുവെങ്കിൽ ജലത്തിൽ ഈ മന്ത്രം ചൊല്ലി ഈ കുംഭജലത്തിൽ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ആ നേരത്തെ വച്ച ജലമല്ല പിന്നീട് നമുക്ക് കിട്ടുക. ആ മന്ത്രങ്ങൾ ചൊല്ലി മന്ത്രങ്ങളുടെ ഈ തരംഗഭാവത്തിൽ ഈ ജലത്തിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിനെ അത് ചേഞ്ച് ചെയ്യുകയും പിന്നെ കുംഭത്തിലുള്ള ജലം സാധാരണ ജലത്തിൽ നിന്ന് മാറിയൊരു ജലമായി മാറുകയും ചെയ്യുന്നു. ഇതൊക്കെ പരീക്ഷിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ജലത്തിൻ്റെ പരമാണുക്കൾക്ക് പെട്ടെന്ന് മാറാനുള്ള സ്വഭാവമുണ്ട്. നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഗ്ലാസ്സിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ തന്നെ വെള്ളം ചൂടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള സ്വഭാവമുണ്ട്. ഇത് ശാസ്ത്രീയമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുംഭത്തിൽ ഈ പൂജയും ഇതൊക്കെ ചെയ്യുന്നതും അത് കഴിഞ്ഞ് പ്രാർത്ഥന പൂജയൊക്കെ കഴിഞ്ഞ് ആ കുംഭത്തിലുള്ള ജലം എല്ലാവരും തളിക്കുന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വൈഖരി മന്ത്രത്തിൻ്റെ പ്രയോജനം. രണ്ടാമത്, വൈഖരി മന്ത്രം കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ ജപിക്കുന്ന രീതിയാണ് ഉപാംശു എന്ന് പറയുന്നത്. ഉപാംശു എന്ന് പറഞ്ഞാൽ ചുണ്ടനങ്ങുക മാത്രമേ ചെയ്യുള്ളൂ. പറയുന്ന ചൊല്ലുന്ന ആളിന് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. പതുക്കെ ചൊല്ലുക. ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പൂജാരിമാരൊക്കെ പലപ്പോഴും മന്ത്രങ്ങൾ പതുക്കെ ചൊല്ലും. പിന്നെ ചില മന്ത്രങ്ങൾ അങ്ങനെ ഉപാംശുവായിട്ട് ചൊല്ലണമെന്ന് നിയമമുണ്ട്. ചില മന്ത്രങ്ങൾ വൈഖരിയായിട്ട് ചൊല്ലണമെന്ന് നിയമമുണ്ട്. മറ്റുള്ളവർക്ക് കേൾപ്പിച്ച് ചൊല്ലണം. ചിലത് ഉപാംശുവായിട്ട് ചൊല്ലാൻ പാടുള്ളൂ എന്നുണ്ട്. യജുർവേദത്തിലൊക്കെ പല മന്ത്രങ്ങളും ഉപാംശുവായിട്ട് ചൊല്ലാൻ പാടുള്ളൂ, അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഉപാംശുവായിട്ട് ചൊല്ലും. അതിനും ഈ പറയുന്ന തരംഗശക്തിയുണ്ട്. പക്ഷേ വൈഖരിയെക്കാളും സൂക്ഷ്മമായ തരംഗശക്തിയാണ് ഈ ഉപാംശു ചൊല്ലുന്നതിലുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങളൊരു മന്ത്രം അഭ്യസിക്കുമ്പോൾ വൈഖരിയായിട്ട് ഉച്ചത്തിൽ ചൊല്ലി അഭ്യസിക്കണം. സ്തോത്രമായാലും ശ്ലോകമായാലും മന്ത്രമായാലും ആദ്യം ഉച്ചത്തിൽ ചൊല്ലി അഭ്യസിക്കുകയും പിന്നീട് അത് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വേണ്ടപ്പോഴൊക്കെ ഉപാംശുവായിട്ട് നിത്യജപമായിട്ട് ചെയ്യുകയും ചെയ്യാം. മൂന്നാമത്തെ ലെവലാണ് മാനസിക ജപം എന്ന് പറയുന്നത്. ഈ മാനസിക ജപം വളരെ സൂക്ഷ്മമാണ്. വൈഖരി ജപവും ഉപാംശു ജപവും അഭ്യസിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ മന്ത്രത്തിൻ്റെ ശരിയായ രൂപം മനസ്സിൽ വരുള്ളൂ. അപ്പം മനസ്സിൽ വന്നാൽ നമുക്ക് മനസ്സുകൊണ്ട് അത് ജപിക്കാൻ പറ്റും. കണ്ണടച്ചിരുന്ന് മനസ്സിൽ തന്നെ ആ മന്ത്രം ജപിക്കുന്നു. അവിടെ ചുണ്ട് അനങ്ങുന്നില്ല, വേറെ ശബ്ദങ്ങളൊന്നും പുറപ്പെടുവിക്കുന്നില്ല. ധ്യാനത്തിലിരിക്കുന്ന മാതിരി നിശ്ചലമായിട്ട് ഇരുന്നു കൊണ്ട് മാനസികമായിട്ട് ജപിക്കുന്നു. അതാണ് ആധ്യാത്മികമായിട്ട് ഏറ്റവും പ്രയോജനമുള്ള മന്ത്രജപം. അതിന് കാരണം മനസ്സ് അത്രയും സമയം അത്യന്തം ഏകാഗ്രമായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ മന്ത്രജപത്തിൻ്റെ തലങ്ങളുണ്ട്. പിന്നെ ഈ മാനസിക ജപം കുറേ കാലം, ദീർഘകാലം ജപിച്ചു കഴിയുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ അന്തർമനസ്സിൽ പോകും. അന്തർമനസ്സിൽ പോയിട്ട് അത് അജപമായിട്ട് മാറും. അജപം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ജപം നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരുടെ അനുഭവമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ സഡേഷനൊക്കെ കൊടുത്ത് ആൾക്കാരെ ഉറക്കും. അങ്ങനെ ഉറക്കത്തിൽ തന്നെ അങ്ങനെ സഡേഷൻ കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതായിട്ടൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം
അവരുടെ ഓർമ്മശക്തി ഇല്ലാത്ത സമയത്ത് പോലും ആ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, നാരായണ നാരായണ എന്നൊക്കെ ചൊല്ലുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ മന്ത്രങ്ങളുടെ അവസ്ഥ. അങ്ങനെയുള്ള ആ മന്ത്രം, ഓം നമഃ ശിവായ ഒരു മന്ത്രം നമ്മൾ എടുക്കുന്നു. ഈ മന്ത്രത്തിലൂടെ നമ്മൾ പ്രാപിക്കാൻ കഴിയുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ പറയുന്നത് നോക്കാം. ത്യാഗോ ഹി നമസോ വാച്യഃ ആനന്ദ പ്രകൃതേർതഥാ ഫലം പ്രത്യയവാച്യം സ്യാത് ത്യാജ്യം പത്രഫലാധികം. എന്താ പറയുന്നത്? ഓം നമഃ ശിവായ എന്ന മന്ത്രം അല്ലേ, അതിൽ ആദ്യത്തെ പദം ഏതാണ്? നമഃ എന്നതാണ്. നമഃ നമഃ എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നർത്ഥം. ശിവായ ശിവനായിക്കൊണ്ട് എന്ന് സംസ്കൃതത്തിലെ ചതുർത്ഥി വിഭക്തി, ശിവശബ്ദത്തിൽ ചതുർത്ഥി വിഭക്തി ചേർക്കുമ്പോൾ ശിവായ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ശിവനായിക്കൊണ്ട്, ഇംഗ്ലീഷ് പറയുമ്പം ഫോർ ശിവ അല്ലെങ്കിൽ ടു ശിവ എന്നൊക്കെ പറയാം. ഇതാണ് നമഃശിവായ. അതില് ആദ്യത്തെ ആ നമഃ എന്നുള്ളതിന് ആചാര്യസ്വാമിജികൾ പറയുന്നത്, നമഃ എന്നുള്ളതിന് അർത്ഥം ത്യാഗോഹി നമസോ വാച്യഃ. നമഃ എന്നുള്ളതിന് അർത്ഥം ത്യാഗമാണ് എന്നാണ്. ത്യാഗം എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞം, ദാനം, ഇതെല്ലാം ത്യാഗത്തിൽ പെടുന്നതാണ്. ഈ യാഗയജ്ഞാദികളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ത് ഭാവത്തിലാണ്? ഇന്ദ്രായ ഇദം ന മമ എന്ന് ഇങ്ങനെ സ്വാഹാകാരം പറഞ്ഞ് ഇന്ദ്രനും ദേവന്മാർക്കും മഹാദേവനും ഒക്കെ അർപ്പിച്ചതിന് ശേഷം അവസാനം ഇദം ന മമ, ഇദം ഇന്ദ്രായ ഇദം ന മമ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇത് ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനി എൻ്റേതല്ല. അങ്ങനെ പറയുന്നത് എന്താണ്? അങ്ങനെ പറയുന്നത് എന്തിനാണ്? ഇതിപ്പോൾ നമ്മൾ കൊടുത്തുവല്ലോ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ സനാതന ധർമ്മത്തിലെ ആചാരങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതിനൊക്കെ വളരെ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുന്നില്ല, കാരണം നമുക്കിപ്പോൾ റിസർച്ച് ചെയ്യാനുള്ള രീതിയിലൊന്നും ആരും പഠിപ്പിക്കാത്തതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇത് എത്രയോ കാലം മുമ്പ് ഋഷിവര്യന്മാർ, ആചാര്യന്മാർ, മഹാത്മാക്കൾ, സ്വാമിമാരൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഭഗവാൻ ഒരു ദാനം സമർപ്പിക്കുന്നു, ഭഗവാന് സമർപ്പിക്കുന്നു, പൂജയൊക്കെ ചെയ്യുന്നു, ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുന്നു, നൈവേദ്യം സമർപ്പിക്കുന്നു, എല്ലാം സമർപ്പണമാണല്ലോ. അവിടെ സമർപ്പണത്തിനെയാണ് നമ്മൾ പൂജ എന്ന് പറയുക. പഞ്ചോപചാരങ്ങൾ സമർപ്പിക്കുന്നു, ഷോഡശോപചാരങ്ങൾ സമർപ്പിക്കുന്നു, അങ്ങനെയുള്ള സമർപ്പണം. അപ്പൊ ഇവിടെ നമഃ ശബ്ദം കൊണ്ട്, ഈ മന്ത്രത്തിൽ നമഃ ശബ്ദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ത്യാഗം ഉദ്ദേശിക്കുന്നു. ത്യാഗം ചെയ്യുന്നത് ഏതിനെയാണ് ത്യാഗം ചെയ്യുക? ഇദം ന മമ, ഇദം ദേവായ, ഇദം ന മമ എന്ന് പറഞ്ഞിട്ടാണ്. അതിനാണ് ഞാനത് പറഞ്ഞത്. ഇതെന്താണോ എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ ത്യജിക്കുന്നു. ഇതുവരെയും ഇത് എൻ്റേതായിരുന്നു, ഇനി മുതൽ ഇത് എൻ്റേതല്ല, പിന്നെ ഇത് ആരുടേത്? ഭഗവാന്റേത് എന്ന് പറഞ്ഞ് ത്യജിക്കുന്നു. അങ്ങനെ ഭഗവാൻ മാത്രമല്ല, ആർക്കൊക്കെ ത്യാഗം ചെയ്യുന്നുവോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ വസ്തുവോ സ്ഥലമോ അല്ല എന്താ പറയുക, എന്തെങ്കിലും നമ്മൾ ഇഷ്ടദാനം കൊടുക്കണമെന്ന് വയ്ക്കുക, അഥവാ പൈസയ്ക്ക് കൊടുക്കണമെന്ന് വയ്ക്കുക, എന്താ അവിടെ എഴുതുക? ഇതുവരെയും ഇന്ന നാൾ മുതൽ ഇന്ന കൈവശ അവകാശത്തിൽ ഇതുവരെയും എൻ്റെ പേരിലായിരുന്നു, അങ്ങനെയാണല്ലോ എഴുതുക ആധാരത്തിൽ. ഇനി മുതൽ എൻ്റെ പേരിലല്ല, ഇത് ഞാൻ ഇയാൾക്ക് കൈമാറിയിരിക്കുന്നു എന്നാ പറയാ. ട്രാൻസ്ഫേർഡ്, അത് മുഴുവൻ ഷിഫ്റ്റായി അങ്ങോട്ട് പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെൻ്റേതല്ല, ഇതിനി ഭഗവാന്റേത് എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുകയല്ല, അങ്ങനെ ശരിക്കും ആകണം. അപ്പൊ നമ്മുടെ ശാസ്ത്രത്തിൽ, വേദത്തിൽ പറയുന്ന ദാനത്തെക്കുറിച്ചൊരു വിശേഷതയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, നമ്മുടേതായിട്ട് എന്തുണ്ടോ അത് മാത്രമാണ് നമുക്ക് ദാനം ചെയ്യാൻ
കഴിയുക, അല്ലെങ്കിൽ ദാനം ചെയ്യാൻ യോഗ്യമായത് നമ്മുടേതായിട്ട് എന്തുണ്ടോ അതാണ്. അല്ലാതെ വേറൊരാളുടെ സാധനം എടുത്ത് നമുക്ക് ദാനം ചെയ്യാൻ പറ്റില്ല. അതുപോലെ കടമെടുത്ത് ദാനം ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുന്നുണ്ട്. അത് നമുക്ക് പലർക്കും അറിയില്ല. ദാനം ചെയ്യണമെന്ന് നമുക്ക് മൂഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ കടമൊക്കെ വാങ്ങിയിട്ട് ദാനം ചെയ്യും. കടം വാങ്ങി ദാനം ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ഈ കടം വാങ്ങി കൊണ്ടുവരുന്ന സാധനം നമ്മുടേതാവില്ല, കടം തിരിച്ചു കൊടുക്കണം. ആ എപ്പോൾ തിരിച്ചു കൊടുക്കുന്നുവോ അപ്പോഴാണ് അത് നമ്മുടേതാവുക. തിരിച്ചു കൊടുക്കുന്നത് വരെ അപ്പോൾ ബാങ്ക് എന്താ പറയുക, ബാങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈട് വയ്ക്കുക, എന്താ പറയുക, പണയം വയ്ക്കുക, ഈട് വയ്ക്കുക, പണയം വയ്ക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ബാങ്കിൽ ഈട് വെച്ച് പണയം വെച്ച് നമ്മൾ പൈസ ഒക്കെ എടുത്ത് പ്രവർത്തിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൈസ എടുത്ത് നമ്മുടെ, പക്ഷേ ഈ ഈട് അവിടെ ഉള്ളിടത്തോളം കാലം ഇത് നമ്മുടേതല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത്, നിങ്ങളുടെ എന്താണോ, നിങ്ങളുടെ കയ്യിൽ എന്താണോ നിങ്ങളുടേതായിട്ട് സമ്പാദിച്ചതായിട്ടുള്ളത് അത് മാത്രമാണ് നിങ്ങൾക്ക് ദാനം ചെയ്യാനുള്ള അവകാശമുള്ളത്. നിങ്ങളുടേത് ആയിട്ട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ദാനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സമ്പാദിച്ചത് തന്നെ ആയിരിക്കണം, നിങ്ങളുടേതായിരിക്കണം. ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നു, അത് നമ്മുടെ സമ്പാദ്യമാണ്, ശുദ്ധമായ സമ്പാദ്യമാണ്. കാരണം നമ്മൾ പ്രയത്നിക്കുന്നു, പ്രയത്ന ഫലമായിട്ട് പ്രതിഫലം കിട്ടുന്നു, അത് ശുദ്ധ സമ്പാദ്യമാണ്. അങ്ങനെ സമ്പാദിച്ച് കിട്ടിയത് വേണം ദാനം ചെയ്യാൻ എന്നാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്. അതിന് കാരണം എന്താണ്? ഇതം ന മമ എന്ന് പറയണമെങ്കിൽ ആദ്യം ഇത് എൻ്റേതായിരിക്കണമല്ലോ. എൻ്റേതായിരുന്നാൽ മാത്രമേ ഇത് എൻ്റേതല്ല, ഇനി ഇത് അങ്ങേണ്ടതാണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ കടമെടുത്ത് മഹാദേവന് ദാനം ചെയ്താൽ മഹാദേവൻ എന്താ വിചാരിക്കുക? ഇയാളതല്ലാത്തൊരു സാധനം വേറൊരാളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ദാനമാവാം? എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ ദാനം ചെയ്തു എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ ഈ ദാനം കൊടുക്കുന്നവരുടെ ഒരു ബോർഡ് എഴുതിയിടുമല്ലോ, അവിടെ നമ്മളെ പേരൊക്കെ എഴുതിയിടും. അപ്പോൾ എത്ര തട്ടിപ്പാണത്! അങ്ങനെ ചെയ്യാനേ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏതാണോ പൈതൃകമായിട്ട് കിട്ടിയത്, എന്തൊക്കെ പൈതൃകമായിട്ട് കിട്ടിയോ, അതായത് അച്ഛൻ സമ്പാദിച്ചു, അച്ഛൻ്റെ അച്ഛൻ സമ്പാദിച്ചു, അങ്ങനെ പൈതൃകമായിട്ട് നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ വകയ്ക്ക് കിട്ടുന്നതായിട്ടുള്ളത്, അത് ദാനം ചെയ്യാൻ അവകാശം ഇയാൾക്കില്ല. അതും ദാനം ചെയ്യാൻ പാടില്ലെന്നാണ്. അത് സർവസ്വത്തിൽ പെടില്ല, ദാനത്തിൽ പെടില്ല. കാരണം എന്താണ്? ഇത് ഇയാൾ സമ്പാദിച്ചതല്ല, പൈതൃകമായിട്ട് അവകാശം കൊണ്ട് അയാൾക്ക് വന്നതാണ്. ആ അവകാശം എന്തിനുള്ള അവകാശമാണ്? അത് ഉപയോഗിക്കാനുള്ള അവകാശമാണ്, അതിനെ നശിപ്പിക്കാനുള്ള അവകാശമില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ സിസ്റ്റം. ഇന്നിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസമില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു, എങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നിയമപ്രകാരമുള്ള ഹിന്ദു ലോയിലും, ഹിന്ദു നിയമമുണ്ടല്ലോ, ഹിന്ദു എന്താ പറയുക, ഭൂമി നിയമങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, കൈമാറുന്ന കൈവകാശ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനൊരു ക്ലോസ് ഉണ്ട്. അതായത് പൈതൃകമായിട്ട് കിട്ടിയതാണെങ്കിൽ ആ പൈതൃകമായിട്ട് കിട്ടിയതിനെ വിൽക്കുന്നതിന് മുമ്പായിട്ട് ആരൊക്കെ ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ടോ അവരൊക്കെ അത് അറിഞ്ഞിരിക്കണമെന്നും മറ്റുമൊക്കെ ഉള്ള ചില ക്ലോസുകളുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? നമുക്കിപ്പോൾ ഈ പൈതൃകമായിട്ട് കിട്ടിയതും സമ്പാദിച്ചതുമായിട്ടുള്ള ഭേദമൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് കിട്ടിയതെല്ലാം നമ്മുടേത് എന്നുള്ളൊരു ഭാവമാണുള്ളത്. വസ്തുതഃ ധർമ്മപരമായിട്ട് അത് അങ്ങനെയല്ല എന്നാണ്. പൈതൃകമായിട്ട് കിട്ടിയത് നമുക്ക് അങ്ങനെ ദാനം ചെയ്യാൻ പറ്റില്ല. ദാനം ചെയ്യണമെങ്കിൽ ആ പിതൃകുലത്തിൽ, അതായത് പിതാവിൻ്റെ സംബന്ധമായിട്ട്, അച്ഛൻ്റെ സംബന്ധമായിട്ട് ആരൊക്കെ ഉണ്ടോ, സഹോദരന്മാരോ സഹോദരിമാരോ അവരുടെ ബന്ധുക്കളോ ഉണ്ടോ, അവരുടെ എല്ലാവരുടെയും സമ്മതി വേണം, അവരെല്ലാവരും അംഗീകരിക്കണം, അവരുടെ എല്ലാവരുടെ ഒപ്പ് വേണം. ഇത് ഇനി ദാനം ചെയ്യാമെന്ന്, അല്ലാണ്ട് ദാനം ചെയ്യാൻ പറ്റില്ലെന്നാണ്. അതിനെയാണ് ഇവിടെ സ്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിരിക്കട്ടെ, അത് ഇപ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു ദാനത്തിൻ്റെ കീഴിൽ പറഞ്ഞു. ഇവിടെ നമഃ എന്ന് പറയുമ്പോൾ, ഇനി നമഃ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഭഗവാന് സമർപ്പിക്കാൻ ത്യജിക്കാൻ എന്താ ഉള്ളത്? നമ്മുടേതായിട്ട് ഇപ്പം എന്തൊക്കെയാ ഉള്ളത് നമ്മുടെ കയ്യിൽ? സ്വന്തമായിട്ടുള്ള ചില സാധനങ്ങളുണ്ട്, അത് നമ്മുടെ തന്നെയാണ് എപ്പോഴും. അങ്ങനെ ചില സാധനങ്ങളുണ്ട്, ആരും കടം വാങ്ങിയതല്ല, ആരും നമുക്ക് തന്നതുമല്ല, നമ്മുടേത് മാത്രമായിട്ടുള്ള ചില സാധനങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. അതിനെയാണ് നമഃ എന്നുള്ളത് കൊണ്ട് നമ്മൾ ത്യജിക്കേണ്ടത്. നമഃ എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്, നമസ്കാരമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്.
ഈ സമർപ്പണമാണ്, അതിന് ത്യാഗമാണ്. എന്താണ് നമ്മുടേതായിട്ട് ശരിക്കും നമ്മുടേതായിട്ടുള്ളത്? ഒരവകാശവും ആരും ഒരു അവകാശം പറയാത്ത ചില സാധനങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ നമ്മുടെ അഹങ്കാരം, അല്ലേ? അഹങ്കാരം ആരുടെയും കടം വാങ്ങിയതാണോ നമ്മൾ? അല്ല. പൈതൃകമായിട്ട് നമുക്ക് തന്നതാണോ? അല്ല. ഇത് അഹങ്കാരം നമ്മുടേത് തൊട്ടിട്ടുള്ളത്. രണ്ടാമത്, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, കാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആഗ്രഹങ്ങൾ, ഇത് നമ്മുടേതായിട്ടുള്ളതാണ്. പിന്നെ ക്രോധം, ദേഷ്യം, ഇത് നമ്മുടേതായിട്ടുള്ളതാണ്. ദ്വേഷം, ഇത് നമ്മുടേതായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള മാത്സര്യം എന്നൊക്കെ പറയുന്ന ദോഷങ്ങൾ, ഗുണങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ളതുണ്ട്. ഇത് നമ്മുടേതായിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ ഭഗവാനിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ ഭാവങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഈ ഭാവങ്ങൾ ആധ്യാത്മിക ദൃഷ്ടിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ സമർപ്പണം കാണിക്കാനാണ് നമ്മൾ വാസ്തവത്തിൽ ഒരു വസ്തുവിനെ സമർപ്പിക്കുന്നത്. നമ്മൾ പഴങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്നതും നെല്ലും അരിയും മറ്റുമൊക്കെ ഭഗവാൻ സമർപ്പിക്കുന്നതും നൈവേദ്യം സമർപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ആന്തരികമായ സമർപ്പണത്തിന്റെ ഭാവം പ്രകടിപ്പിക്കാനാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒന്നും തരാതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? തുടക്കം തൊട്ടേ പറയുന്നുണ്ട് തരാം. എന്ത് തന്നു എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും തന്നതായിട്ട് കാണിക്കണം. അപ്പൊ ഭഗവാന്റെ മുന്നിൽ അതിന് നമ്മൾ പ്രകടനം എന്ന് തന്നെ പറയാ. സംസ്കൃതത്തിൽ അങ്ങനെ പറയാണ്. നമ്മൾക്ക് അത് പ്രകടിപ്പിച്ച് കാണിക്കണം, നമ്മളത് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്നത്. ആ ത്യാഗത്തിന്റെ ഭാവമായിട്ട് നമ്മൾ പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്നു. അതാണ് ഈ നമഃ എന്നുള്ളതിൻ്റെ അർത്ഥം. നമഃ എന്നുള്ളതിന് വളരെ വിസ്തരിച്ച അർത്ഥമുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇതാണ്. രണ്ടാമത്, നമസ്കാരം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ വിനയഭാവം പ്രകടിപ്പിക്കും. ആരെയാണോ നമസ്കരിക്കുന്നത് അവരിൽ വിനയഭാവം പ്രകടിപ്പിക്കുന്നു. അപ്പൊ വിനയഭാവത്തിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും അഹങ്കാരപരവുമായിട്ടുള്ള എല്ലാ ഭാവങ്ങളെയും നമ്മൾ സമർപ്പിക്കുന്നു എന്നാണ്. ഈ നമസ്കാരം പലതരത്തിലുണ്ട്. നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ ഇന്നൊക്കെ ഇപ്പോൾ വീടുകളിൽ അങ്ങനെ ആൾക്കാർക്കൊന്നും അറിയില്ല ശരിക്കും നമസ്കരിക്കുന്നത്. ഇങ്ങനെ ഒരു നമസ്കാരം മാത്രമാണ് നമുക്കറിയാം. ഇതൊരു നമസ്കാരമാണ്. പക്ഷെ വേറെയും നമസ്കാരങ്ങളുണ്ട്. സാഷ്ടാംഗ നമസ്കാരം കണ്ടിട്ടുണ്ടാവുമല്ലോ. സാഷ്ടാംഗ നമസ്കാരം പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞാൽ കിടന്ന് നമസ്കരിക്കുക. കിടക്കുമ്പോൾ ചില അവയവങ്ങളൊക്കെ ശരീര അവയവങ്ങൾ താഴെ സ്പർശിക്കും. ആ നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ മനസ്സുകൊണ്ടും നമസ്കരിക്കുക, വാക്കുകൊണ്ടും നമസ്കരിക്കുക. അതാണ് സാഷ്ടാംഗ നമസ്കാരം. ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിക്കണം എന്നാണ്. സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം എന്ന് പറയും. അതായത് മുട്ടുകുത്തി നമസ്കരിക്കുക, കിടന്ന് നമസ്കരിക്കാൻ പാടില്ല എന്നാണ് സ്ത്രീകൾക്ക്. ഇങ്ങനെയുള്ള നമസ്കാരം. ഈ സാഷ്ടാംഗ നമസ്കാരത്തിൽ തന്നെ ദീക്ഷിതരായിട്ടുള്ള ഗുരുക്കന്മാരെ നമസ്കരിക്കുന്നത്, ആരിൽ നിന്നാണ് നമുക്ക് ദീക്ഷ കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള ശരിക്കുള്ള ഗുരുക്കന്മാരെ നമസ്കരിക്കുന്നതിന് വേറെയും ചില ചിട്ടകളുണ്ട്. അവരുടെ കാല് പിടിച്ച് നമസ്കരിക്കണമെന്നാണ്. മറ്റുള്ള സ്ഥലത്ത് നമ്മൾ കാല് പിടിക്കാൻ പാടില്ല, കാലിൽ സ്പർശിക്കാൻ പാടില്ല, അല്ലാതെ നമസ്കരിക്കണം. അങ്ങനെയൊക്കെ ചില ആന്തരിക വ്യത്യാസങ്ങൾ അതിനുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം ഇപ്പോൾ അത്രയും വിശദമായിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട സമയമില്ല. അപ്പോൾ അങ്ങനെ നമസ്കരിക്കുന്നു, പഞ്ചാംഗ നമസ്കാരം. പിന്നെ സാമാന്യമായിട്ട് കൂപ്പുകൈയോടുകൂടി നമസ്കാരം. ഈ കൂപ്പുകൈയുടെ ഇങ്ങനെ ഒരു കൂപ്പുകൈ ഉണ്ട്. ശരിക്കുള്ള കൂപ്പുകൈ അഞ്ജലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ മുട്ടിൻ്റെ ഇവിടം തൊട്ട് ഇങ്ങനെ ചേരണമെന്നാണ്. അങ്ങനെ അഞ്ജലി മുദ്ര എന്ന് പറയും. ഇത് തലയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ശിരസാ നമാമി, ശിരസ് കൊണ്ട് തന്നെ കൂപ്പുകൈ ശിരസ്സും കൂടെ ചേർത്ത് നമസ്കരിക്കുമ്പോൾ തലയിൽ വെച്ച് നമസ്കരിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ അഭിവാദനം ചെയ്യുന്ന പല പല രീതികളുണ്ട്. ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, കൈ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതി വൈദേശികമാണ്, നമ്മുടെ നാട്ടിലില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാവരും നമസ്കരിച്ചായിട്ടാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലും നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ അത് ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ആരെ അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കണം. ഇപ്പോൾ ഭാഗവതത്തിൽ തന്നെ പല സ്ഥലത്തും ഹസ്തേന ഹസ്തം ഗൃഹീത്വ എന്ന് പറയുന്നുണ്ട്. കൈ കൊണ്ട് കൈ പിടിച്ചു,
അപ്പൊ സമപ്രായത്തിലുള്ളവരെ, ഇപ്പൊ സമപ്രായം നമ്മളെ മിത്രങ്ങളാണ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെ കൈ കൊടുത്ത് തന്നെ, കൈകൊണ്ട് കൈ പിടിച്ചു. ഇപ്പൊ അർജുനനെ ഭഗവാൻ പല സ്ഥലത്തും കൈകൊണ്ട് കൈ പിടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്, ഉദ്ധവനെ കൈകൊണ്ട് കൈ പിടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. മഹാഭാരതത്തിലും അതുപോലെ പല സന്ദർഭങ്ങളിലും അതുണ്ട്. അപ്പൊ കൈകൊണ്ട് കൈ പിടിക്കുന്നതും ഉണ്ടായിരുന്നു. അതുപോലെ ആലിംഗനം, ആശ്ലേഷണം, അതും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ തരത്തിലുള്ള അഭിവാദനങ്ങളാണ്. അങ്ങനെ പലതരത്തിലുള്ള അഭിവാദനങ്ങളുണ്ട്. അപ്പൊ ഇതില് ഈ സാഷ്ടാംഗ പ്രണാമത്തിലാണ് പൂർണ്ണമായ സമർപ്പണം, നമഃ എന്നുള്ളതിന്റെ അർത്ഥം വരിക. അതാണ് പൂർണ്ണമായിട്ടുള്ള ത്യാഗം. ആ ത്യാഗമാണ് ആദ്യം നമുക്ക് വേണ്ടത്. ത്യാഗമുണ്ടായാലേ അടുത്ത ശിവനാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ത്യാഗമാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞു ആനന്ദ പ്രകൃതേഹ. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവശബ്ദമാണ്. ശിവശബ്ദത്തിനർത്ഥം ആനന്ദം എന്നാണ്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം എന്നർത്ഥം. ഏറ്റവും മംഗളകരമായതിനെയാണ് ശിവം എന്ന് പറയുക. ശിവം ശാന്തം ചതുർത്ഥം മന്യന്തേ എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്, മാണ്ഡൂക്യ ഉപനിഷത്തിന്. അപ്പൊ ഏറ്റവും ആനന്ദകരമായത്, ആനന്ദമാണ് ശിവം എന്നതിൻ്റെ സ്വരൂപം. ആനന്ദം എന്ന് പറഞ്ഞാൽ അവിടെ സത്തും ചിത്തും ആനന്ദവുമാണ്. ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. അപ്പോ നമഃ ശിവായ എന്ന് പറയുമ്പോൾ ആ പരമാത്മാവിൻ്റെ സ്വരൂപമായിട്ടുള്ള, ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാന്റെ മുന്നിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. ഇത് ശരിക്ക് തത്വജ്ഞാനം ഉണ്ടായ ഒരാളിന് മാത്രമേ ഈ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തിന് നമ്മളെല്ലാം സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, വാസ്തവത്തില് നാം ചെയ്യുന്നതായിട്ടും നാം പ്രാപിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് സിദ്ധിക്കുന്നതായിട്ടും നമുക്ക് ഉള്ളതായിട്ടും ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വാസ്തവത്തിൽ. ഈ ശരീരം എങ്ങനെ ഉണ്ടായാണ്? ശരീരം നമ്മൾ ഉണ്ടാക്കിയതല്ല. എപ്പോഴോ പണ്ടോ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ ശരീരം നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് കിട്ടിയതാണ്. ഈ ഇന്ദ്രിയങ്ങൾ, കണ്ണും മൂക്കും വായും, ഇതൊക്കെ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഈ ശരീരം തുടങ്ങി ബാക്കിയെല്ലാം തന്നെ, ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ സമ്പാദിച്ച പൈസ കൊണ്ട് സമ്പാദിച്ച് നമ്മൾ ഭക്ഷിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഭക്ഷണത്തിന്റെ ഒരു അരി പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അരി ഉണ്ടാക്കാൻ പറ്റുമോ? മനസ്സിലായില്ല അല്ലേ? അതായത് കൃഷി ചെയ്യുന്നു, നമ്മൾ പറയും കൃഷി ചെയ്ത് നമ്മൾ അരി സമ്പാദിക്കുന്നു. കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യാനൊരു നിലം വേണം. ആ നിലത്തിൽ വിത്ത് വിതയ്ക്കുന്നു. അപ്പോൾ നിലത്തിലെ മണ്ണ് ആണ് നിലത്തിലുള്ളത്, ഭൂമി. അത് നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല. ആ നിലത്ത് വിട്ട ജലം നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല. പിന്നെ അതിലെന്താ നമ്മൾ ഉണ്ടാക്കിയത്? ഭൂമിയിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ കുറച്ച് വൃത്തി ഉണ്ടായിരുന്നില്ല, അതിനെ ഒരു നിലം മാതിരി ആക്കി അതിനെ രൂപപ്പെടുത്തി എടുത്തിട്ട് അതിനെ വിത്ത് വിതയ്ക്കാൻ യോഗ്യമാക്കി തീർത്തു. ഇത്രയും നമ്മൾ ചെയ്തു. പക്ഷെ അതിൽ ഒരു മണ്ണിൻ്റെ കണിക പോലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അതിൽ വിത്ത് വിതയ്ക്കുന്നു. ആ വിത്ത്, നെല്ല് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല. അത് നേരത്തെ വിതച്ച വിത്തിൽ നിന്ന് വന്നത്. ആ വിത്ത് നമ്മൾ വിതയ്ക്കുന്നു. ഇത് രണ്ടും ചെയ്തതിന് ശേഷം പിന്നെ കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് നെല്ലുണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നു. ഇത് രണ്ടും ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മഴ പെയ്യുന്നു, അല്ലെങ്കിൽ ആ വിത്ത് മുളയ്ക്കുന്നു, സ്വയം തന്നെ മുളച്ച് വലുതാകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അപ്പുറത്ത് വേറെ ആരോ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫലം കിട്ടുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടേതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം ആഹാരം, ജലം തുടങ്ങിയതൊക്കെ നമുക്ക് ഭഗവത് അനുഗ്രഹം കൊണ്ടുണ്ടാവുന്നത്, ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്നത്. പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെ നമ്മുടെ പ്രയത്നം കൊണ്ട് സിദ്ധിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ആ ഭഗവാനിൽ സമർപ്പിക്കാൻ കഴിയും. ഫലം പ്രത്യയവാച്യം സ്യാത്.
ഈ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ വ്യാകരണം, ശാസ്ത്രം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശ്ലോകം അർത്ഥം മനസ്സിലാവുള്ളൂ. കാരണം ഇത് ശ്ലോകം അങ്ങനെയാണ് രചിച്ചിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഭാഷ ഉപയോഗിക്കുന്നു, ഡീകോഡ് ചെയ്യുക എന്ന് പറയും. ഡീകോഡ് ചെയ്യുക, ഒരു കോഡ് ഉണ്ടാക്കുന്നു, അതിനെ ഡീകോഡ് ചെയ്യുന്നു. അതുപോലെ നമഃശിവായ എന്ന മന്ത്രത്തെ ഇവിടെ ഡീകോഡ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഓരോന്നിൽ നിന്നും എന്തൊക്കെയാണ് പുറത്താക്കുന്നത്, എന്തിൻ്റെയൊക്കെ സാരമായിട്ടാണ് ഈ മന്ത്രത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമഃശിവായ എന്നുള്ള അവസാനത്തെ യകാരം കാണിക്കുന്നത് ആ ഫലത്തിനെ എല്ലാം നമ്മൾ സമർപ്പിക്കുമ്പോൾ അതിലേക്കായിട്ട് സമർപ്പിക്കുന്നു, ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് ഫലമായിട്ട് വരുന്നു. എങ്ങനെയാണ് സമർപ്പിക്കുന്നത് നോക്കുക. അവിടെ പറഞ്ഞത് പത്രഫലാധികമൊക്കെ സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സമർപ്പണം കാണിക്കണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഞാൻ നമസ്കരിക്കുന്നു എന്ന് വിചാരിച്ചാൽ പറ്റില്ല. നമസ്കാരം ചെയ്ത് തന്നെ അത് അഭിനയിച്ച് കിടന്ന് കാണിക്കണം. അപ്പോഴാണത് ശരിയായിട്ടുള്ള നമസ്കാരമാകുക. അല്ലാതെ ചില ആൾക്കാർ പറയും എനിക്ക് സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയും. എല്ലാവരും പറയാറുണ്ടല്ലോ, ഈ സ്നേഹം ഉള്ളിലുണ്ട്, ഞാൻ പ്രകടിപ്പിക്കാറില്ല. എന്നിട്ട് എന്താ കാര്യം? സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ പ്രകടിപ്പിക്കുന്നതിന് എന്താ ദോഷം? അപ്പൊ അത് സ്നേഹം ഉള്ളിലുണ്ടായിരുന്നിട്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അവസരം വരുമ്പോഴൊക്കെ പ്രകടിപ്പിച്ച് കാണിക്കണം. ഒരാളോട് ആദരവ് നമുക്കുണ്ടെങ്കിൽ ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴൊക്കെ പ്രകടിപ്പിച്ച് കാണിക്കണം. നമസ്കരിക്കാൻ എപ്പോഴൊക്കെ സാധിക്കുമോ, എവിടെയൊക്കെ നമസ്കരിക്കാനുള്ള സാധ്യതയുണ്ടോ അവിടെയൊക്കെ സാഷ്ടാംഗം തന്നെ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നമസ്കരിച്ചു കൊള്ളണം. അതിൻ്റെ കൂടെ കിട്ടുന്ന ഫലം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ ഈ അഹങ്കാരാദി ദോഷങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. അപ്പം ഇങ്ങനെ ഈ ഭാവത്തിലാണ് ഇവിടെ വർണ്ണന ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നകാരത്തിൻ്റെ അർത്ഥം വേറെ പറയുന്നു, നമ എന്നുള്ളതിന് മകാരത്തിൻ്റെ അർത്ഥം വേറെ പറയുന്നു, ശികാരത്തിൻ്റെയും മകാരത്തിൻ്റെ അർത്ഥം വേറെ പറയുന്നു. ഇങ്ങനെ വളരെ വിശദമായിട്ട് പോകുന്നു. ആ വിശദമായിട്ടുള്ളൊരു വ്യാഖ്യാനം ഇനിയൊരു സന്ദർഭത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ ചിന്തിക്കാം. കാരണം ഇപ്പോൾ ഒരു ഭൂമിക എന്താണ് ഇതിൻ്റെ ഒരു താല്പര്യമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇതിൻ്റെ പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കി വായിക്കാം. പിന്നെ വരുന്നൊരു സന്ദർഭത്തിൽ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മുഴുവൻ ശ്ലോകങ്ങളും സംസാരിക്കാം. അപ്പോൾ മഹാദേവൻ്റെ ഈ സന്നിധിയിൽ നമഃശിവായ മന്ത്രത്തിൻ്റെ പ്രയോഗത്തിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാനം എന്താണെന്നുള്ള ഒരു വിഷയമാണ് ഒരു ബോദ്ഘാതമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ സംവാദിച്ചത്. ഇനി ശേഷിച്ച സമയം ഒരു 10-15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കാം. സ്വാമിജി ഇവിടെ പറഞ്ഞു പഞ്ചാക്ഷരി മന്ത്രവും ഗായത്രി മന്ത്രവും അതിൻ്റേതായ രീതിയിൽ ചൊല്ലണമെന്ന് പറഞ്ഞു. അതിൻ്റെ യഥാർത്ഥ ടോണ് ഒന്നറിഞ്ഞാൽ കൊള്ളാം. അത് ഞാൻ 3 തരത്തിൽ ആ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഉച്ചാരണ രീതിയും അല്ലെങ്കിൽ ഒരു ജപരീതിയും എന്നൊക്കെ പറയുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഗുരുക്കന്മാർ പറയുന്നത് ഒരിക്കലും നമ്മളത് ഒരു പബ്ലിക്കായിട്ട് അങ്ങനെ പറയരുത് എന്നാണ്. അതിന് കാരണം അതൊരു ഗുരുവിൽ നിന്ന്, അറിയാവുന്ന ഒരാളിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ സ്വീകരിക്കണമെന്നാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ റീസണാണ്. കാരണം ഓരോ വ്യക്തികളുടെയും ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഏത് രീതിയിൽ വരണം, പിന്നെ അതിൻ്റേതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, എന്തെങ്കിലും നേരത്തെ അനുഷ്ഠാനങ്ങളുണ്ടോ അതൊക്കെ അതിലറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ, രോഗം ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ പോയിട്ട് നമ്മൾ കാണുന്നത് പോലെയാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഫാമിലി ഡോക്ടർ എന്നൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഫാമിലി ഡോക്ടറാകുമ്പോൾ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റും. അതുപോലെ ഇത് വൈയക്തികമാണ്. നമുക്ക് അറിയേണ്ട കാര്യം അങ്ങനെ അറിയണം. അതുകൊണ്ടാണ് ഞാനതിൻ്റെ ആ ഒരു തലം പറഞ്ഞിട്ട് അത് നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവരെടുത്ത് ചോദിക്കുക. ഇവിടെയുള്ള ഇപ്പോൾ പൂജാരിമാരെടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് ഉപയോഗിക്കുന്നവരെടുത്തൊക്കെ ചോദിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് അതിൻ്റെ വിധിപ്രകാരം മന്ത്രം സ്വീകരിക്കുക. അതാണ് നല്ലത്. ഭഗവാനോടൊരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശ്രദ്ധയും ഭക്തിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം.
ശ്രദ്ധയും ഭക്തിയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുശാസ്ത്ര വാക്യേഷു വിശ്വാസ, അതിനെയാണ് ശ്രദ്ധ എന്നുള്ളൊരു പരിഭാഷ പറയുന്നത്. അതായത് ഗുരുക്കന്മാർ പറഞ്ഞത് എന്താണോ അത് ശരിയാണ്. ശാസ്ത്രം, ഇപ്പം ഗീത മുതലായ ശാസ്ത്രങ്ങൾ നമ്മോട് പറയുന്നത് അത് ശരിയാണ്, അതിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഫലം കിട്ടും എന്ന് നമ്മൾ അംഗീകരിക്കുക, അതിനെ സ്വീകരിക്കുന്നതിനെയാണ് ശ്രദ്ധ എന്ന് പറയുക. എന്നിട്ട് അതനുസരിച്ച് ആ ഭാവം ഉള്ളിൽ നിറയുന്നതനുസരിച്ച് നമ്മൾ ആ പ്രവൃത്തികൾ പല രീതിയിലും ചെയ്യുന്നു. പൂജ ആയിട്ട് ചെയ്യുന്നു, ജപമായിട്ട് ചെയ്യുന്നു, പ്രാർത്ഥനയായിട്ട് ചെയ്യുന്നു, ഭഗവത് സമർപ്പണം എന്ന ഭാവത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ ആ ചെയ്യുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് അതിൻ്റെ ആന്തരിക ഭാവവും മറ്റേത് അതിൻ്റെ പ്രകടിതമായ ഭാവവും. ഇപ്പോൾ ശ്രാദ്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടി ആ ശ്രദ്ധാഭാവം വരുമ്പോഴാണ് നമുക്ക് ശ്രാദ്ധം ചെയ്യണമെന്ന് തോന്നുക. അപ്പം നമ്മൾ പോയിട്ട് ശ്രാദ്ധം ചെയ്യുന്നു. അത് ആ പിതൃക്കന്മാരോടുള്ള ഭക്തിയും ഭാവവുമായിട്ട് നമുക്ക് കണക്കാക്കാം. അഹം ശിവശിവോഹം ദാസേവാഹം ഇങ്ങനെയുള്ളൊരു വരികാരുണ്ട്. അതിൻ്റെ രീതി എങ്ങനെയാണ്? അതെ, അത് തുടർന്ന് വരുന്ന ഭാവത്തിലാണ്. അതായത് ഈ നമഃ എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറയുമ്പോൾ ദാസ്യഭാവമാണ് സമർപ്പണം. ഭഗവാനുള്ള, ഇപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനെ സേവിക്കുക. ഭക്തി എന്ന ശബ്ദം ശരിക്കും ഉണ്ടായിരിക്കുന്നത് തന്നെ സേവ എന്ന ഭാവത്തിൽ നിന്നാണ്. ഇപ്പോൾ അമ്പലത്തിൽ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊരു ഈശ്വര സേവ, ദേവസേവ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു ഭാവത്തിൽ, ദാസ്യഭാവത്തിൽ ഈശ്വരനെ സേവിക്കുക അല്ലെങ്കിൽ ആ ഭാവത്തെ പ്രകടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ദാസ്യഭാവം പറയുന്നു. അപ്പോൾ ഈശ്വരൻ്റെ സ്വരൂപാലുള്ള നമ്മുടെ സ്ഥിതിയും, ഈശ്വരൻ്റെ സ്വരൂപവും നമ്മുടെ സ്വരൂപവും എല്ലാ സ്വരൂപവും സച്ചിദാനന്ദ രൂപത്തിൽ ഒന്നാണെങ്കിലും നമ്മളിലുള്ള ദോഷങ്ങൾ, കർമ്മപരമായിട്ടുള്ള ദോഷങ്ങൾ, അതുപോലെ ഈ മനുഷ്യജന്മം എന്നുള്ളത് കൊണ്ടുള്ള ദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളും അതുപോലെ അതോടൊപ്പമുള്ള നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനവും ഒക്കെയാണ് നമ്മളെ ഈശ്വരനിൽ നിന്ന് വേറെയാക്കുന്നത്. അപ്പം അത് ഇല്ലാതാകണമെങ്കിൽ ബാഹ്യദൃഷ്ടിയാൽ നമ്മൾ ദാസഭാവത്തിൽ പ്രവർത്തിക്കണം. ഇതിനെക്കുറിച്ച് പറയാവുന്ന ഒരു ഉത്തമ ഉദാഹരണം ഹനുമാന്റെ ഒരു ഉദാഹരണമുണ്ട് രാമായണത്തിൽ. ഹനുമാനോട് ചോദിക്കുന്നുണ്ട്, ശ്രീരാമൻ തന്നെ ചോദിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് അതിൽ പറയുന്നത്, എങ്ങനെ, ഏത് ഭാവത്തിൽ, എങ്ങനെയൊക്കെയാണ് നീ എന്നെ മനസ്സിലാക്കുന്നത്, എന്താണ് അതിൻ്റെ തത്വം, വാസ്തവത്തിൽ എല്ലാം ഒന്നല്ലേ, തത്വം ഒന്നല്ലേ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം, ഭക്തന്മാരില്, ദാസന്മാരില് ദാസോപിദാസനാണ് എന്ന ഭാവമാണ് ഹനുമാൻ എല്ലാ സ്ഥലത്തും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാമപട്ടാഭിഷേക സമയത്തൊക്കെ നടന്ന കഥകളൊക്കെ നമുക്ക് രാമായണത്തിൽ നിന്ന് അറിയാം. എന്നാൽ മറ്റൊരിടത്ത് ജ്ഞാനികളിലും ജ്ഞാനിയായിട്ട് ഹനുമാനെ പറയുന്നുമുണ്ട്. ജ്ഞാനിനാം അഗ്രഗണ്യം എന്ന് ഹനുമ സ്തുതിയിൽ നമ്മൾ അദ്ദേഹത്തിനെ സ്തുതിക്കുന്നുമുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ യോജിക്കുക? ഭഗവാന്റെ ദാസനായിരിക്കുകയും ജ്ഞാനിനാം അഗ്രഗണ്യനായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്നൊരു സംശയം വരാം. ജ്ഞാനമുള്ളവർക്ക് ദാസ്യഭാവമില്ല എന്നും ഭക്തിഭാവമില്ല എന്നും, ഭക്തിഭാവമുള്ളവർ ദ്വൈതത്തിലാണ് എന്നൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വേദാന്തം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ അവിടെ ഹനുമാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു ശ്ലോകമുണ്ട്. ദേഹദൃഷ്ട്യാതു ദാസോഹം ജീവദൃഷ്ട്യാ ത്വദംശകഃ വസ്തുതസ്തു ത്വമേവാഹം ഇതി മേ നിശ്ചിതാ മതി.
ദേഹദൃഷ്ട്യാതു ദാസോഹം. ദേഹദൃഷ്ടിയിലാണ്, ദേഹത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോഴാണ് ഞാൻ അങ്ങയുടെ ദാസനായിരിക്കുന്നത്. ദേഹദൃഷ്ട്യാ ഞാൻ ദാസനായി തന്നെയാണ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ദാസനായിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആനന്ദം ഉണ്ടാകുന്നത്. അങ്ങനെ ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഞാൻ എപ്പോഴും അങ്ങയുടെ സേവകൻ തന്നെ ആയിരിക്കും. എത്ര ഭാവാത്മകമാണ് ആ വാക്കുകൾ നോക്കുക. ഇനി അതിൽ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ, ജീവദൃഷ്ട്യ ഓരോ ജീവാത്മാക്കളുണ്ട്, ഓരോ ശരീരങ്ങളിലും ഓരോ ജീവാത്മാക്കളുണ്ട്. അങ്ങനെ ജീവദൃഷ്ടിയിലാണ് ഞാൻ ആര് എന്ന് ചോദിച്ചാൽ, ജീവദൃഷ്ട്യാ ത്വദ് അംശകഃ. ജീവദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ശാസ്ത്രമനുസരിച്ച് ഞാൻ നിന്റെ ഭഗവാന്റെ അംശമാണ്, അംശഭാവത്തിലാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന അംശാംശി ഭാവത്തിലും ഭഗവാന്റെ അംശങ്ങളാണ് ഈ ജീവാത്മാക്കള് എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തലത്തിൽ ഹനുമാൻ പറഞ്ഞത് ഞാൻ ഭഗവാന്റെ അംശമാണ്. എന്നിട്ട് മൂന്നാമത് പറയുന്നത് എനിക്ക് ശരിയായിട്ടുള്ള ജ്ഞാനമുണ്ട്. എന്താണ് തത്വജ്ഞാനം? തത്വമസ്യാദി വാക്യങ്ങൾ, വേദാന്തങ്ങൾ പറയുന്ന ജ്ഞാനവും എനിക്കുണ്ട്. അതെനിക്ക് നിശ്ചിതമാണ്. വസ്തുതസ്തു, വാസ്തവത്തിൽ, തത്വദൃഷ്ടിയിൽ ത്വമേവ അഹം ഇതി നിശ്ചിത മേ മതി. വാസ്തവത്തില് ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപവും എൻ്റെ സച്ചിദാനന്ദ സ്വരൂപവും വസ്തുദൃഷ്ടിയിൽ ഭിന്നമല്ല, ഒന്ന് തന്നെയാണ് എന്നെനിക്ക് നിശ്ചയമായ ബോധമുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യാവഹാരിക രീതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എപ്പോഴൊക്കെ നമുക്ക് സമർപ്പണ ഭാവത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ സമർപ്പണ ഭാവത്തിൽ പ്രവർത്തിക്കുക. നല്ലത് വരുമ്പോഴും ചീത്ത വരുമ്പോഴും എപ്പോഴും ഭഗവത് സമർപ്പണം എന്ന ഭാവം തുടരുക. സാധാരണ നമുക്ക് ദുഃഖം വരുമ്പോഴാണ് നമുക്ക് ദുഃഖം സമർപ്പിക്കാമെന്ന് തോന്നുന്നത്. സുഖം വരുമ്പോൾ സമർപ്പിക്കാൻ തോന്നാറില്ല, അല്ലേ? സുഖം സമർപ്പിക്കുന്നത് എങ്ങനെയാ? ശരിക്കും സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരുപോലെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ സമർപ്പണമാകുകയുള്ളൂ, ദുഃഖം ഇല്ലാതാകുകയുള്ളൂ. ദുഃഖം വരുമ്പോൾ മാത്രം സമർപ്പിക്കാനിരുന്നാൽ അത് നടക്കില്ല. ആ സമയത്ത് നമുക്ക് സുഖവും അതുപോലെ സമർപ്പിക്കാൻ കഴിയണം. അത് സമർപ്പണമാകില്ല. അപ്പൊ എന്ത് വന്നാലും അത് സമഭാവത്തിൽ, ഈശ്വര സമർപ്പണ ഭാവത്തിൽ അത് കാണാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പം അങ്ങനെ ആ ഭാവം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രദൃഷ്ടിയിൽ ഒരു ഭക്തിയുടെ ഭാവത്തിൽ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വേണ്ടതുപോലെ തന്നെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവർക്ക് വേണ്ട കർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അതോടൊപ്പം എപ്പോഴും ഈശ്വര സമർപ്പണം ഉണ്ടാകണം. ദിവസവും ഭക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ സന്ധ്യാസമയങ്ങളിൽ കൃത്യമായിട്ടും ദേവദർശനം, അമ്പലത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അമ്പലത്തിൽ പോകാൻ കഴിയാത്ത സമയത്ത് അവിടെ ഇരുന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ഭഗവാനെ ഓർത്ത് ധ്യാനവും വിളക്ക് കത്തിക്കുകയോ ജപയോ എന്തൊക്കെ ചെയ്യുക. ഒന്നുമില്ലെങ്കിലും ആ സമയത്ത് സന്ധ്യാസമയങ്ങളിൽ, അതായത് അമ്പലങ്ങളിലൊക്കെ ആരതിയും പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ടിവിയും മൊബൈലും ബാക്കി ആക്ടിവിറ്റിയൊക്കെ മാറ്റിവെച്ച് ഒരു 20-25 മിനിറ്റ് സമയം വെറുതെ ഇരിക്കുക. ശാന്തമായിട്ട് അമ്പലത്തിലെ ആ ആരതി, ദീപാരാധന ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുക.
അത് തന്നെ വലിയ പുണ്യം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൃത്യം സന്ധ്യാസമയത്ത് ടി വി തുറക്കും. പ്രൈം ടൈം എന്നാണ് അതിന് പറയുക. അന്നൊക്കെ പ്രൈം ടൈം നിശ്ചയിച്ചിരിക്കുന്നത് സന്ധ്യാസമയത്തേക്ക് തുടങ്ങിയിട്ടാണ്. ആ പ്രൈം ടൈമിൽ വരുന്ന സാധനങ്ങൾ എന്താണ്? നമ്മൾ ചിന്തിക്കാനോ ഓർക്കാനോ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ തലയിലും നമ്മുടെ കുട്ടികളുടെ തലയിലും ഒക്കെ കയറിപ്പോവുക. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് അത് പോയാൽ നമ്മുടെ ശാസ്ത്രം പറയുന്നത് നേരെ അകത്തേക്ക് പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് എന്ത് വിശേഷമുണ്ടായാലും, ഇനി അത് പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള ക്രിക്കറ്റ് കളിയാവട്ടെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ ഇപ്പോൾ ഒരു വലിയ ഒരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ മീഡിയ, ടി വി മീഡിയയും മറ്റുമൊക്കെ കാശുണ്ടാക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എപ്പോഴെങ്കിലുമൊക്കെ ഇലക്ഷൻ ഉണ്ടാവും. ഒരു 2-3 മാസം 4 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഇലക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഇലക്ഷൻ, ഇവിടെ ഇലക്ഷൻ, ആ ഇലക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കുക. പിന്നെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ, എപ്പോഴും നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. എന്ത് സംഭവം ഉണ്ടായാലും ഈ സന്ധ്യാസമയത്ത് നമ്മൾ വീട്ടിൽ ശാന്തമായിരിക്കുക. വിളക്ക് കത്തിക്കാൻ പറ്റുന്നൊക്കെ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിലും ആ സമയത്ത് ടി വി മറ്റൊന്നും കണ്ട് മനസ്സിനെ വെറുതെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ശാന്തമായിരിക്കുക. ആ സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. അതൊക്കെ അറിയാലോ, സാധാരണ കുടുംബങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഭക്ഷണം പാകം ചെയ്യരുത്, ഭക്ഷണം ഭക്ഷിക്കരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് ശാന്തമായിരിക്കണമെന്നാണ്. കാരണം ആ സമയത്ത് നമ്മുടെ മെറ്റബോളിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ്. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ശാന്തമായിരുന്നാൽ അന്നത്തെ ദിവസം മുഴുവൻ ശാന്തമായിരിക്കും. അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നിങ്ങൾ വെറുതെയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. കുറച്ച് ദിവസം അങ്ങനെ അഭ്യസിച്ച് പരീക്ഷിക്കൂ. അപ്പോൾ തിരിച്ചറിയാൻ പറ്റും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വ്യത്യാസം. ആ സമയത്ത് മനസ്സ് അന്യ വിഷയങ്ങളിൽ വ്യാപൃതമായാൽ മനസ്സിൻ്റെ അശാന്തത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഏത് ഭഗവാനെ പ്രാർത്ഥിക്കാം. പിന്നെ പ്രാർത്ഥനയിൽ ഏതൊക്കെ ഭഗവാനെ ആവണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ കുലദേവത, നമ്മുടെ ഒരു കുലദേവത സങ്കല്പമുള്ള കാര്യം അറിയാലോ. ഈ കുലദേവതകളെ വച്ച് പൂജിക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ തുടർന്നു വന്നിരുന്നു. ഇപ്പോൾ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നാനോ ഫാമിലീസ് ആയതിനു ശേഷം ഈ കുലദേവതാ സങ്കല്പമൊക്കെ മറന്നുപോയി. അതായത് നമ്മുടെ അവിടെയൊക്കെ ഒരു കുലദേവത ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇഷ്ടദേവത ഉണ്ടാവും. ഇഷ്ടദേവത ഏത് ദേവനും ആവാം. പക്ഷെ കുലദേവത മാറുന്നില്ല. കാരണം എന്താണ്? ഈ കുലദേവതയുടെ അനുഗ്രഹവും കുലദേവതയുടെ സ്വരൂപവും ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ട്. അത് പാരമ്പരികമായിട്ട് വന്നതാണ്. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ പൂജാസ്ഥലത്ത് അവരവരുടെ കുലദേവന്മാരെ സങ്കല്പിച്ച്, ഫോട്ടോയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും വച്ച് സങ്കല്പിച്ച് കുലദേവതകളെ ആരാധിക്കുക. കാരണം കുലദേവതകളെ ആരാധിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇപ്പം നിങ്ങൾ ജ്യോതിഷമൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ പലരും പറയുന്നത് എന്താണ്? പരിഹാരമായിട്ട് പറയുന്നത് കുലദേവിക്ക് പോയി പൂജ ചെയ്യണം, കുലദേവതയുടെ അവിടെ ഉത്സവം നടത്തണം, അവിടെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ? അതിന് കാരണം എന്താണ്? എന്തോ ഒരു കണക്ഷൻ അതുമായിട്ടുണ്ടെന്നാണ്. അതാണ് ശരിക്കും നമുക്ക് വിഹിതമായിട്ടുള്ള ആരാധ്യ ദേവൻ എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് കുലദേവത ആരാധനയാണ്. പിന്നെ ഇഷ്ടദേവത ആരാധന. ഇതൊക്കെ സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥിക്കുക, ചെയ്യുക. അതിനെയാണ് ദാസ്യഭാവമെന്ന് ഇവിടെ വർണ്ണിക്കുന്നത്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം.